ഇതാ മിസ് കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിതാ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഫുൾ ഷുവർ ക്വസ്റ്റ്യൻസ് മിസ് അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോവാണ്. യെസ്, ഗുഡ് ഈവനിങ് മക്കളെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോൾ നിങ്ങളുടെ കുറേ പേര് അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഒന്ന് അവരൊക്കെ വിളിച്ചിട്ട് വരിക. എന്നാൽ മക്കളെ, നിങ്ങൾക്ക് 60 മാർക്കിന് നിങ്ങളുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയ എല്ലാ ക്വസ്റ്റ്യൻസും മിസ് അവിടെ പറയുന്നതായിരിക്കും. നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ ഫുള്ള് പഠിച്ചു കഴിഞ്ഞ് സെറ്റാക്കിയതാണ് അല്ലേ മക്കളെ? നമ്മൾ ചാപ്റ്റേഴ്സൊക്കെ ഓരോ ലൈവുകളായിട്ട് നമ്മൾ ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാനായിട്ട് പോവാണ്, ഓരോ ചാപ്റ്റേഴ്സായിട്ട്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 12th ചാപ്റ്റർ വരെ നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം മക്കളെ, നമുക്ക് തുടങ്ങിയാലോ? റെഡിയാണോ? റെഡിയാണോ? റെഡിയാണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, റെഡിയാണോ? റെഡി ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് നിറയെ ഫയർ ഇമോജീസ് ഇടുക, ഫുൾ സെറ്റാക്കി വെക്കുക. ഓക്കെ മക്കളെ? യെസ്, നിങ്ങളുടെ ആ ഒരു ഊർജ്ജമാണ് മിസ്സിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളുടെ എനർജിയാണ് മിസ്സിൻ്റെ എനർജി. അപ്പം നിങ്ങളെ എനർജി കാണിക്കേണ്ടത് നമ്മുടെ കമൻറ്റ് ബോക്സിലാണ്. അപ്പം മക്കളെ, ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഫുൾ റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ മക്കളെ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ആണ് അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നുള്ള കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാനായിട്ട് പോവാണ് മക്കളെ. ഇതാ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ, നിങ്ങൾക്കറിയുന്ന ആൻസേഴ്സ് നിങ്ങളിങ്ങനെ പറഞ്ഞു തരിക, മിസ്സിന് ആൻസർ പറഞ്ഞു തരിക. അപ്പം അതുവഴി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ്. അപ്പം നിങ്ങൾ ഒന്നും പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വെറുതെ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കരുത്. മിസ് ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം, നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അത് വേണം. നമ്മുടെ എക്സാമിനറിൻ്റെ തന്നെ PDF ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ? നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുന്നതാണ്. ബാച്ചിലുള്ള മക്കളാണെങ്കിൽ ആ PDF ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് വെച്ചിട്ട് ഏത് നോട്ടാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്, ആ നോട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ആ ക്വസ്റ്റ്യൻ്റെ ഭാഗത്ത് നിന്നുള്ള പോർഷൻസ് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ കമ്പ്യൂട്ടർ സയൻസ് ഫുൾ ഡിസ്കസ് ചെയ്ത് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ മക്കളെ, പിടിച്ചോളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ് എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് നിങ്ങൾക്ക് ഒരു ടേബിളൊക്കെ വെച്ച് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അല്ലേ? നമ്മൾ ഡാറ്റ ടൈപ്പിൻ്റെ പല ടൈപ്സ് ഒക്കെ പഠിച്ചതാ അല്ലേ? അപ്പോൾ അതിൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേ എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രക്ചർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതേപോലെ തന്നെ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരേപോലെയുള്ള ഡാറ്റാസാണ് അറേ എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ്. പല ടൈപ്പ് ഡാറ്റാസ്, അതായത് നമ്പർ ആവാം, ക്യാരക്ടേഴ്സ് എല്ലാം വരുന്നതാണ് സ്ട്രക്ചേഴ്സ്. പക്ഷെ അറേ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ഡാറ്റാസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അറേയിലുള്ള എലമെൻസിനെ നമ്മൾ റെഫർ ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സിൽ നമ്മൾ ഡോട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെഫർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ മൾട്ടി ഡയമെൻഷണൽ അറേസ് ഉണ്ടാകും. പക്ഷെ ഇവിടെ നമുക്കൊരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെസ്റ്റഡ് സ്ട്രക്ചറാണ്. ഓക്കെ, നെസ്റ്റഡ് സ്ട്രക്ചറാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ. പിന്നെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ഇവിടെ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അറേ വേഴ്സസ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, അടുത്തത്
dash in C++ operator which is used to get the address of a memory location. നമ്മൾ രണ്ട് ഓപ്പറേറ്റേഴ്സിനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? രണ്ട് ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ പോയിന്റേഴ്സിൽ മെയിൻ ആയിട്ട് പഠിച്ചത്. ഒന്ന് അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും ഒന്ന് വാല്യൂ അറ്റ് ഓപ്പറേറ്ററും. അപ്പോൾ ഇതിൽ ഏത് C++ ഓപ്പറേറ്റർ ആണ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ? അഡ്രസ്സ് കിട്ടാനുള്ള ഓപ്പറേറ്റർ ഏതാണ് മക്കളെ? നിങ്ങൾ പറയുക, ഏതാണ് അഡ്രസ്സ് കിട്ടാനുള്ള ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, ഏതാ മക്കളെ? ആംപ്ലസൻ്റ് ആണ് അല്ലേ? ആംപ്ലസൻ്റ് ആണ് നമ്മൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലസൻ്റ് ആണ്. അടുത്തത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ് മക്കളെ? നമുക്കറിയാം സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും ഉണ്ട്. അപ്പോൾ അതിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. അതേപോലെ തന്നെ ന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ പോയിന്റ് ആണത്. ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മളൊരു മെമ്മറീനെ അലോക്കേറ്റ് ചെയ്യുക. ഡിലീറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മെമ്മറീനെ ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. അപ്പം ന്യൂവും ഡിലീറ്റും ഡൈനാമിക് മെമ്മറി അലോക്കേഷനിലുള്ള രണ്ടാൾക്കാരാണ്. ആ രണ്ടാൾക്കാരെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. Yes, 1 mark question ആണ്. The keyword used to define structure data type in C++ is dash. C++ൽ നമുക്ക് സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീവേഡ് ഏതാണ്? കീവേഡ് ഏതാണ്? സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത്, സ്ട്രക്ചർ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു കീവേഡ് ഉണ്ട്. അത് ഏതാ? യെസ്, ഏതാണ് ആ കീവേഡ്? സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത് സ്ട്രക്ചർ. യെസ്, സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കീവേഡാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അതേപോലെ നേരത്തെ പറഞ്ഞ സെയിം ആണ്. വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ? ഏത് ഓപ്പറേറ്റർ ആണ് മക്കളെ നമ്മൾ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്? യെസ്, ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ഏതാണ്? വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നമ്മൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് യെസ് ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ അല്ലേ. ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് മീൻ ബൈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽഫ് റെഫറൻഷ്യൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അതായത് സെൽഫായിട്ട് അത് തന്നെ റെഫർ ചെയ്യാണ്. അതായത് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? അതിനുള്ളിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ എലമെൻറ്റ്സിൽ ഒരു എലമെൻറ്റ് ആ സ്ട്രക്ചർ ഒരു പോയിൻ്ററാണ്. അതിലുള്ള ഒരു എലമെൻറ്റ് പോയിൻ്ററാണ്. ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ആ സ്ട്രക്ചറിലേക്ക് തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. Okay, it is a structure in which one of the element is a pointer to the same structure. ആ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മിസ് പറഞ്ഞു ഇത് നിങ്ങൾ പഠിക്കണം. ഹൗ ഡസ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഡിഫർ ഫ്രം ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ? അപ്പോൾ ഈ ഒരു ടേബിളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറേ വേഴ്സസ് സ്ട്രക്ചർ പഠിക്കണം. അതേപോലെ തന്നെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുമ്പം അവിടെ നമുക്ക് വാരിയബിൾസിനൊക്കെ പെർമനൻ്റ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല അല്ലേ? അലോക്കേറ്റ് ചെയ്താൽ മതി, ഡി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അലോക്കേഷൻ നമ്മൾ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അലോക്കേഷൻ ചെയ്യും. എഫിഷ്യൻ്റ് അല്ല, മെമ്മറി റീയൂസബിലിറ്റി അവിടെ ഇല്ല അല്ലേ? ഒരു സ്ഥലം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം നമ്മൾ ഡി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അലോക്കേറ്റ് ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ആ മെമ്മറി പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല, മെമ്മറീനെ ഫ്രീ ആക്കുന്നില്ല. അതേപോലെ ഡൈനാമിക്കിൽ പറഞ്ഞ പോലെ ന്യൂ, ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ് അറേസിൻ്റെ കേസിൽ നടക്കുന്നത്. പക്ഷെ ഡൈനാമിക് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ്. വാരിയബിൾസിനെ പ്രോഗ്രാം ആക്റ്റീവ് ആവുന്ന സമയത്തൊക്കെ എന്തായിരിക്കും, വാരിയബിൾസിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അലോക്കേഷൻ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്താണ് നടക്കുന്നത്. മോർ എഫിഷ്യൻ്റ് ആണ്, മെമ്മറി റീയൂസബിലിറ്റി ഉണ്ട് അല്ലേ. നമുക്ക് ആ മെമ്മറീനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ മെമ്മറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ മെമ്മറീനെ ഫ്രീ ആക്കാൻ പറ്റും. സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ന്യൂ, ഡിലീറ്റ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് അറേനെയും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡ് ലിസ്റ്റും പറയാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് മെമ്മറി ലീക്ക്? മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ഇപ്പോൾ പറഞ്ഞു, നമ്മൾ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തായാലും ആവശ്യം കഴിഞ്ഞാൽ ഡിലീറ്റ് കൊടുത്ത് ഡി അലോക്കേറ്റ് ചെയ്യണം. പക്ഷെ ചില കേസിൽ നമ്മൾ ആ ഡിലീറ്റ് കൊടുക്കാനായിട്ട് മറന്നുപോകും. ഓക്കെ, ന്യൂ കൊടുത്തു പക്ഷെ നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് മറന്നുപോകും. അപ്പോൾ അങ്ങനെയുള്ള കേസ്, ന്യൂ കൊടുത്തു ഡിലീറ്റ് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മെമ്മറി ലീക്ക് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഒക്കേഴ്സ് വെൻ പ്രോഗ്രാമേഴ്സ് അലോക്കേറ്റ് മെമ്മറി ബൈ യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ആൻഡ് ഫോർഗെറ്റ് ടു ഡി അലോക്കേറ്റ്. അതായത് അലോക്കേറ്റ് ഒക്കെ ചെയ്തു പക്ഷെ ഡി അലോക്കേറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അവിടെ ഒരു ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് അവിടെ ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, റെഡി? യെസ്. ഇനി അടുത്തത്, റൈറ്റ് ദ സിൻടാക്സ് ടു ഡിക്ലെയർ എ പോയിന്റർ വാരിയബിൾ. എങ്ങനെയാണ് നമ്മളൊരു പോയിന്റർ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക? ഇവിടെ പോയിന്റർ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും സ്ട്രക്ചറും നിങ്ങൾ പഠിക്കണം കേട്ടോ. സ്ട്രക്ചറിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, അതേപോലെ പോയിന്ററിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡിക്ലറേഷൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, സ്റ്റാർ എന്ന് എഴുതിയിട്ട് പോയിന്ററിൻ്റെ പേര് എഴുതുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു പോയിന്റർ വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല രീതിയിൽ, അതായത് ഈ മിസ് ഇപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ടാവുള്ളൂ. പക്ഷെ ആ ചോദിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും, ആൻസർ സെയിം ആയിരിക്കും. ഇവിടെ അപ്പോൾ ചോദിച്ചത് വാട്ട് ആർ ദ 2 മെത്തേഡ്സ് ഓഫ് മെമ്മറി അലോക്കേഷൻ, റൈറ്റ് ദ ഓപ്പറേറ്റേഴ്സ് വിത്ത് ഇറ്റ്സ് യൂസ്. അപ്പം നേരത്തെ ചോദിച്ചത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റാറ്റിക്കും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ ആ മെത്തേഡ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ് എന്താണതെന്ന് എഴുതുക. അതേപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ദ പ്രോസസ് ഓഫ് അലോക്കേഷൻ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. ഓക്കെ, ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓപ്പറേറ്റേഴ്സ് ന്യൂവും ഡിലീറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രക്ചർ ഇസ് എ ഡാഷ് ഡാറ്റ ടൈപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡാറ്റ ടൈപ്പാണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ആണോ, ഡിറൈവ്ഡ് ആണോ, യൂസർ ഡിഫൈൻഡ് ആണോ, ഏതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? സ്ട്രക്ചർ ഇസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് നിങ്ങൾ ആദ്യം തന്നെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് ഡിഫൈൻ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്താണ് മക്കളെ? സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എ സ്ട്രക്ചർ? ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് of C++ to represent the collection of logically related data item which may be of different types under a common name. പല ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ഉള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. എല്ലാവർക്കും കൂടെ നമ്മളൊരു കോമൺ നെയിം കൊടുത്തിട്ട് പറയുന്നതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഇസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഓഫ് C++. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ,
ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ട് പറയും. അതായത് ഇപ്പം നമുക്കൊരു ഇത് തന്നിട്ട് നമ്മളോട് എന്ത് പറയുകയാണ്, ഒരു സ്ട്രക്ചർ തന്നിട്ട് ഇത് ഡിക്ലെയർ ചെയ്തതാണ്, പക്ഷെ അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു കീവേഡ് നമ്മൾ അവിടെ കൊടുക്കും. എന്നിട്ട് സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കും. ഓക്കെ, കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വാരിയബിൾസിനെ കൊടുക്കാം. അപ്പോൾ ഈ വാരിയബിൾസിനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വാരിയബിൾസിനെ കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇത് കൊടുക്കണം, ഡാറ്റ ടൈപ്പ് അല്ലേ. അപ്പോൾ ഡേ എന്ന് പറയുമ്പം ഇൻഡ് ഡേ, ഇൻഡ് മന്ത്, ഇൻഡ് ഇയർ, ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഡേയും മന്തും ഇയറും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ? ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. ഇതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കാണ് അതിന് കേട്ടോ. ഓക്കെ, യെസ്, ഇത് കണ്ട ഇവിടെ സെയിം ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഒറ്റൊരു ഇതിൽ എസ്സേ പോലെ ചോദിച്ചതാണ്. ഡിഫൈൻ സ്ട്രക്ചർ, അതേപോലെ തന്നെ റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് അറേ. അപ്പോൾ സ്ട്രക്ചറും അറേയും തമ്മിലുള്ള ഡിഫറൻസും എഴുതണം, സ്ട്രക്ചർ എന്താണെന്നും എഴുതണം. ഓക്കെ ഓക്കെ, അതാ ഇതേപോലെ നമ്മളോട് നേരത്തെ ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയല്ലേ ചോദിച്ചത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളോട് ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെ ചോദിച്ചോളണമെന്നില്ല. നമ്മൾ ഇതേപോലെ ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം, അപ്പോൾ നമുക്ക് മനസ്സിലായി ടൈമാണ് പേര്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രക്ചർ ടൈം എന്ന് കൊടുക്കാം. ഓക്കെ, പേര് കിട്ടി. ഇനി വിത്ത് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഹവർ, മിനിറ്റ്, സെക്കൻഡ് അല്ലേ. അപ്പം നമ്മൾ ഹവർ, മിനിറ്റ്, സെക്കൻഡ് ഒക്കെ ഇൻഡിജർ ആയിട്ടാണ് കൊടുക്കാം. അപ്പം നമുക്കിങ്ങനെ ഇൻഡ് ഹവർ, ഇൻഡ് മിനിറ്റ്, അതേപോലെ തന്നെ ഇൻഡ് സെക്കൻഡ്, ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് യെസ്, ഇങ്ങനെ എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് എറേഴ്സ് ഇൻ ദ ഫോളോയിങ് പ്രോഗ്രാം കോഡ്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഇതിൽ എന്താ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നത്? 2 മിസ്റ്റേക്സ് ഉണ്ട് ഇതിൽ അല്ലേ. 2 മാർക്കാണ്, 2 മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മിസ്റ്റേക്സ്? എന്തൊക്കെയാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്ന മിസ്റ്റേക്സ്? യെസ്, ഒന്ന് ഇവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചറിന് പേര് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ടാഗ് കൊടുക്കാം, സ്ട്രക്ചർ ടാഗ് കൊടുക്കാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് എന്താ, ഇൻഡ് രജിസ്റ്റർ നമ്പർ, ക്യാരറ്റ് നെയിം ഓഫ് 20, ഫ്ലോട്ട്, മാർക്ക് ഈക്വൽ ടു 100. ഇങ്ങനെ അസൈൻമെൻറ്റ് നമുക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് പറ്റില്ല, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇതാണ് വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫ്ലോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്, അപ്പം ഇതാണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, represent the names of 12 months as an array of string. അപ്പം നമ്മൾ സ്ട്രക്ചർ ആൻഡ് സ്ട്രിങ് അല്ല, പോയിന്റർ ആൻഡ് സ്ട്രിങ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റെപ്രസെന്റ് ദ നെയിം ഓഫ് 12 months ആസ് ആൻ അറേ ഓഫ് സ്ട്രിങ്. അപ്പോൾ നമ്മളിതാ നമുക്ക് സ്ട്രിങ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം, സ്ട്രിങ് ആയിട്ട് അറേ ആയിട്ട് കൊടുക്കണം ഒരു സ്ട്രിങ്ങിനെ എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ക്യാര് ഡാറ്റ ടൈപ്പ് ക്യാർ ആയിരിക്കും, ക്യാര് സ്റ്റാർ മന്ത് ഓഫ് 12 ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. കാരണം ക്യാർ എന്ന് പറഞ്ഞാൽ സ്ട്രിങ് കൊടുക്കാൻ പറ്റില്ല, ഒരു ബൈറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു ക്യാരക്ടറെ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സ്ട്രിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറേനെ കൊടുക്കണം. അപ്പോൾ ക്യാര് സ്റ്റാർ മന്ത് ഓഫ് 12 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേളി ബ്രേസിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുകയാണ്, കേളി ബ്രേസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഓരോ മന്തും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ ഡിസ്കസ്. എന്താണ്, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ മക്കളെ, എന്താ അത്?
ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ വരുന്നതാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ ഒരു എക്സാമ്പിളെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒന്നാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ചു വെക്കുക. സ്ട്രക്ചർ DOB, അതിനുള്ളിൽ ഡേറ്റ്, മന്ത്, ഇയർ കൊടുത്തു. സ്ട്രക്ചർ സ്റ്റുഡൻറ്റ്, ഓക്കെ, ക്യാർ നെയിം, ഇൻ്റെ ഏജ്, DOB. ഈ DOB എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് വരും? ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നമ്മളിത് പറയാം. ഓക്കെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. റെപ്രസെൻ്റ് എ സ്ട്രക്ചർ നെയിംഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, സ്റ്റുഡൻ്റ് ആണ്. വിത്ത് ആട്രിബ്യൂട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ഗിവ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ സ്ട്രക്ചർ. അപ്പം ആട്രിബ്യൂട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്, ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് വരണം എന്ന് പറഞ്ഞു. സ്റ്റുഡൻ്റ് ആണ് സ്ട്രക്ചറിൻ്റെ പേര് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം? സ്ട്രക്ചർ എന്നുള്ള കീവേഡ് കൊടുക്കാം. എന്നിട്ട് സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കാം. കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് റോൾ നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റു കൊടുത്തു. നെയിം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ക്യാർ കൊടുത്തു. മാർക്ക്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ 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 അപ്പോൾ ഇത്രയുമാണ് മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മക്കളെ, അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഒക്കെ എന്തറിഞ്ഞിരിക്കണം? ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാഗങ്ങളും, ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളതുമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ മിസ്സിൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആണോ മക്കളെ? ഇനി എന്തെങ്കിലും ഡൗട്ട് ആ ചാപ്റ്ററിൽ ബാക്കിയുണ്ടോ? ഇനി നമുക്ക് ഡൗട്ട്സ് ബാക്കി വെക്കാനുള്ള ഒരു സമയമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് ക്ലിയർ ആണെങ്കിൽ യെസ്, നമ്മുടെ യെല്ലോ ഹേർട്ടുകൾ പോരട്ടെ. ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ഹേർട്ടുകൾ വരട്ടെ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളിത് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ് മക്കളെ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് ഓഫ് ഊപ്സ് ആണ്, അല്ലെ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം? പോളിമോർഫിസം നമ്മൾ മിസ് പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കുറച്ച് കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഓരോ കോൺസെപ്റ്റുകളും എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ, എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഡിഫറെൻറ്റ് ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയണത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പ്രോസസ് ഒബ്ജക്റ്റ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദിയർ ഡാറ്റ ടൈപ്പ് ഓർ ക്ലാസ്. ഇത് പ്രോഗ്രാമിംഗ് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ രണ്ട് ടൈപ്പ് പോളിമോർഫിസം ആണുള്ളത്, കമ്പൈൽ ടൈം പോളിമോർഫിസം, അതേപോലെ തന്നെ റൺ ടൈം പോളിമോർഫിസം. കമ്പൈൽ ടൈം പോളിമോർഫിസത്തിനെ നമ്മൾ ഏർലി ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് വിളിക്കും. അതേപോലെ റൺ ടൈമിനെ നമ്മൾ ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ ഡൈനാമിക് പോളിമോർഫിസം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം. ഓക്കെ, അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. മിസ് പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോളിമോർഫിസം അതിൻ്റെ ടൈപ്പ്, അതേപോലെ ഇൻഹെറിറ്റൻസ് അതിൻ്റെ ടൈപ്സ്. ഓക്കെ, എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ഇതാ മിസ് ഓരോ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഒരു ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും. പിന്നെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, പിന്നെ നമ്മുടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, അതേപോലെ കോമ്പിനേഷൻ ഓഫ് എനി ടു ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ട് ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ഉള്ളത് ഏതിനാണ്? രണ്ട് ബേസ് ക്ലാസ്സും ഒരു ഡിറൈവ്ഡ് ക്ലാസ്സും ഉള്ളത് നമ്മുടെ ഏതിനാണ്? യെസ്, ഏതാണ്? മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്.
ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനാണ്. ഓക്കെ, അടുത്തത് യെസ്, ആക്സസ് സ്പെസിഫയേഴ്സ് ചോദിക്കാറുണ്ട്. ഹൗ ഡു ദ ആക്സസ് ലേബിൾസ് ഓഫ് ക്ലാസ് ഡാറ്റ ടൈപ്പ് ഇംപ്ലിമെൻറ്റ് ഡാറ്റ ഹൈഡിങ്? അപ്പം ഏതൊക്കെയാണ് വരിക? ഈ 3 എണ്ണമാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് കേട്ടോ. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഓക്കെ, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all the members will be available to everyone. എല്ലാവർക്കും എല്ലാവരെയും കിട്ടും, അതാണ് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ക്ലാസ്സുകൾക്ക് ഒന്നും അതിൻ്റെ ഉള്ളിലുള്ള വാരിയബിൾസിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനും അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിനും അതിലുള്ള ആൾക്കാരെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. ഓക്കെ, യെസ്, റെഡി. അടുത്തത്, വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് പാരഡിം? റൈറ്റ് ദ നെയിം ഓഫ് എനി 2 പ്രോഗ്രാമിംഗ് പാരഡിം. ഇത് കുറവാണ് ചോദിച്ചത്, എന്നാലും പഠിച്ചു വെക്കുക കേട്ടോ. അഥവാ നിങ്ങളോട് ഇപ്രാവശ്യം ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് ചോദിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കും. വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോട്ട് ദ വേ ഇൻ വിച്ച് എ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്? ഡിനോട്ട് ദ വേ ഇൻ വിച്ച് എ പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ്. ഒരു പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു, അതാണ് പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്, ചിലതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊസീജിയറിനായിരിക്കും, ചിലതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഡാറ്റയ്ക്കായിരിക്കും. ഇപ്പോൾ ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പ്രൊസീജിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. അടുത്തത് ഇൻഹെറിറ്റൻസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഹെറിറ്റൻസ്? അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും വേറൊരു ക്ലാസ്സിന് കിട്ടുക, അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം, അല്ലേ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്റ്റ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷണാലിറ്റീസും ഒക്കെ വേറൊരു ക്ലാസ്സിന് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ്. ഓക്കെ, റെഡി. യെസ്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഡാറ്റക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. അതേപോലെ തന്നെ ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. ന്യൂ ഡാറ്റ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈസിയാണ്, മോർ സെക്യൂർ ആണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ മിസ് പറഞ്ഞു ഓരോ ഇങ്ങനത്തെയുള്ള 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീവേഡുകൾ, അതായത് ഇപ്പം ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? പറഞ്ഞ് ഹൈഡിങ് എന്ന് പറയുമ്പം ഏതാ അതിൽ വരിക? ഹൈഡ് ചെയ്യുന്നത് ഇതിൽ ഏത് കോൺസെപ്റ്റാണ്? ഹൈഡിങ് എന്ന് പറയുമ്പോൾ അബ്സ്ട്രാക്ഷൻ. യെസ്, അബ്സ്ട്രാക്ഷൻ ആണ് ഹൈഡിങ്. അതേപോലെ ഇവിടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഓർമ്മ വരണം കേട്ടോ. ബ്ലൂ പ്രിന്റ്, ക്ലാസ്. അതേപോലെ തന്നെ പിന്നെ ഏതാ അതേപോലത്തെ വേർഡുകളുള്ളത്? റാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻകാപ്സുലേഷൻ. ഓക്കെ, അതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഓരോന്നിനും ആ ഒരു വേർഡ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്, റെഡി. Okay. In inheritance, the existing class is called dash. Inheritance-il നമ്മൾ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? എന്താണ് നമ്മൾ ആ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ വിളിക്കുക? എന്താ മക്കളെ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ വിളിക്കുക? യെസ്, എന്താണ്? ബേസ് ക്ലാസ് അല്ലേ? ബേസ് ക്ലാസ് എന്നാണ് നമ്മൾ വിളിക്കുക. ബേസ് ക്ലാസ്. ഓക്കെ, ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെ. ഓക്കെ, ഇതാ കണ്ടോ? റാപ്പിംഗ് ഓഫ് എ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ എൻകാപ്സുലേഷൻ. അപ്പോൾ ആ ടേമുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആ ടേമുകൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസേഴ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
Okay, the hiding വീണ്ടും വന്നു, showing only the essential features and hiding the complexities from outside world. എന്താണ്? ആവശ്യമുള്ളത് മാത്രം കാണിച്ച് ആവശ്യമില്ലാത്തതിനെ ഹൈഡ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താണ് വിളിക്കുക? അബ്സ്ട്രാക്ഷൻ അല്ലേ? ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അബ്സ്ട്രാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. റെഡി? ഓക്കെ, വീണ്ടും അബ്സ്ട്രാക്ഷനും എൻകാപ്സുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു 7 കോൺസെപ്റ്റ് ആണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ 7 കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? റെഡി ആക്കി വെക്കുക കേട്ടോ. ആ 7 കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം കാണിക്കുന്നതാണ്. ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റേനെയും ഫംഗ്ഷനെയും കൂടെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ അതേപോലെ തന്നെ എൻകാപ്സുലേഷൻ. ഓക്കെ, പിന്നെ ലാസ്റ്റ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മിസ് പറഞ്ഞു ആ 7 കോൺസെപ്റ്റുകളാണ്. അതിൽ തന്നെ ഇൻഹെറിറ്റൻസിൻ്റെ ടൈപ്സും മറ്റേതിൻ്റെ ടൈപ്സും പോളിമോർഫിസത്തിൻ്റെ ടൈപ്സും ഈ 2 എണ്ണമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിക് പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കമ്പൈൽ ടൈം അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് പോളിമോർഫിസം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. എബിലിറ്റി ഓഫ് എ കമ്പൈലർ ടു റിലേറ്റ് ഓർ ബൈൻഡ് എ ഫംഗ്ഷൻ കോൾ വിത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡ്യൂറിങ് കമ്പൈലേഷൻ. കമ്പൈലേഷൻ്റെ സമയത്ത് തന്നെ ഫംഗ്ഷൻ കോളിനെയും ഫംഗ്ഷൻ ഡെഫിനിഷനെയും കൂടെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാറ്റിക് പോളിമോർഫിസം. പക്ഷെ നമ്മൾ എക്സിക്യൂഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഫംഗ്ഷൻ കോൾ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷനെ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് ഡ്യൂറിങ് റൺ ടൈം ആണ് എന്നുണ്ടെങ്കിൽ അതാണ് ലേറ്റ് ബൈൻഡിങ് അല്ലെങ്കിൽ റൺ ടൈം പോളിമോർഫിസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്, റെഡി? അപ്പോൾ ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് റൺ ടൈം പോളിമോർഫിസം തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ക്ലിയർ ആണോ? സെക്കൻഡ് ചാപ്റ്റർ ക്ലിയർ ആണോ മക്കളെ? സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ആണോ? സെറ്റാണോ? എന്തെങ്കിലും ഡൗട്ട് ബാക്കിയുണ്ടോ? ഈസി ആയിരിക്കും അല്ലേ? കാരണം സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ തേർഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഓരോ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയുന്നതാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in dash data structure element added at last will be removed first. അത് ഏത് ഡാറ്റ സ്ട്രക്ചറിലാണ്? ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യും അല്ലേ? നമ്മൾ മോഡൽ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ മക്കളെ ഒന്ന് പറഞ്ഞേ, ഏത് ഡാറ്റ സ്ട്രക്ചറിലാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന എലമെൻറ്റിനെ ഫസ്റ്റ് റിമൂവ് ചെയ്യുക? ഏതിലാണ്? ഏത് ഡാറ്റ സ്ട്രക്ചറിലാണ്? യെസ്, ഏത് ഡാറ്റ സ്ട്രക്ചറിലാണ് എലമെന്റ് ആഡഡ് അറ്റ് ലാസ്റ്റ് വിൽ ബി റിമൂവഡ് ഫസ്റ്റ്? യെസ്, ഏതിലാണ്? സ്റ്റാക്കിലാണ് അല്ലേ? സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചറിലാണ് ഈ ഒരു ലാസ്റ്റ് റിമൂവ് ചെയ്യുന്ന ആളെ ഇതാക്കുന്നത് അല്ലേ? ഏതാ പ്രിൻസിപ്പിള്? യെസ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ? ലിഫോ പ്രിൻസിപ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് the pop operation in a stack data structure. Okay, stack data structureil pop operation explain ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം പോപ്പും പുഷും ഉണ്ട് അല്ലേ? പുഷ് ഇൻസേർഷൻ ആണ്, പോപ്പ് ഡിലീഷൻ ആണ്. അപ്പം ഇവിടെ ഡിലീഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്റ്റെപ്പുകൾ പറയണം, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ അതിൻ്റെ അൽഗോരിതം എഴുതി വെക്കാം. ഓക്കെ, അൽഗോരിതം എഴുതുകയാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് കാര്യങ്ങളായി അല്ലേ? അപ്പം ദ പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് എലമെൻറ്റ് ഫ്രം ടോപ്പ് ആണ് പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോ പോപ്പ് ഓപ്പറേഷനെയും ശേഷം
നമ്മൾ ടോപ്പ് ഓഫ് സ്റ്റാക്കിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും അല്ലേ. ആഫ്റ്റർ എവറി പോപ്പ് ഓപ്പറേഷൻ ദ വാല്യൂ ഓഫ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഇസ് ഡിക്രിമെൻറ്റഡ് ബൈ 1. നമ്മൾ ഒന്ന് കുറച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ ഒന്നാണ് കുറച്ച് കൊടുക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും, അവിടെയുള്ള എലമെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോയിക്കോളും. അപ്പോൾ വെൻ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ആൻഡ് ഇഫ് യു ട്രൈ ടു ഡിലീറ്റ് ആൻ ഐറ്റം ഫ്രം ദ സ്റ്റാക്ക്, അവിടെ ഒരു അൺഫേവറബിൾ സിറ്റുവേഷൻ വരും. അതാണ് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഓൾറെഡി എലമെൻറ്റ്സ് ഒന്നും ഇല്ല, എന്നിട്ടും നമ്മൾ അവിടെ നിന്ന് ഒരാൾ ഡിലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ. ഓക്കെ, അതൊന്നും അവിടെ ചോദിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു അൽഗോരിതം എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ടോപ്പ് ഓഫ് സ്റ്റാക്ക് -1 വലുതല്ലേ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യും. ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, യെസ്, റെഡി. അടുത്തത് സ്റ്റാക്ക് പോലെ തന്നെയുള്ള വേറൊരു ഡാറ്റാ സ്ട്രക്ചറാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ക്രൈബ് എബൌട്ട് ക്യൂ ഡാറ്റാ സ്ട്രക്ചർ. ക്യൂ ഡാറ്റാ സ്ട്രക്ചർ എന്താണ്? ക്യൂ സ്റ്റാക്കിൻ്റെ പോലെ തന്നെയുള്ള വേറൊരു ഡാറ്റാ സ്ട്രക്ചറാണ് അല്ലേ. പക്ഷെ ഇവിടെ ലിഫോ പ്രിൻസിപ്പിൾ ആണോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണോ ക്യൂവിൽ ഫോളോ ചെയ്യുന്നത് മക്കളെ? ആണോ? അല്ല അല്ലേ, ഫിഫോ പ്രിൻസിപ്പിൾ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ്. അപ്പം നമ്മളൊരു പുതിയ ഡാറ്റ ഐറ്റത്തിനെ ഒരു ക്യൂയിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. അത് ഏതിലൂടെ ആയിരിക്കും? വിൽ ബി അറ്റ് ദ റെയർ പൊസിഷൻ. ബാക്കിലൂടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, ഫ്രണ്ടിലൂടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്റ്റാക്കിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ക്യൂവിൽ നടക്കുന്ന കാര്യം. അപ്പോൾ ക്യൂ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് നമ്മുടെ സാധാരണയുള്ള ക്യൂ ഇല്ലേ, നമ്മുടെ തിയേറ്ററിലും അല്ലെങ്കിൽ ഷോപ്പുകളിലും ഒക്കെ നിൽക്കുന്ന ക്യൂ ഇല്ലേ, ആ ക്യൂ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്യൂവും. അതിലും ഇൻസേർഷൻ നടക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇൻസേർഷൻ നടക്കുക, അവിടെ ഡിലീഷൻ നടക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഡിലീഷൻ നടക്കുക. ഓക്കെ, സോ ഇവിടെ ഫിഫോ പ്രിൻസിപ്പിളും സ്റ്റാക്കിൽ ലിഫോ പ്രിൻസിപ്പിളും ആണ് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സെയിം ക്വസ്റ്റ്യൻ, നെയിം ദ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോ ലിഫോ പ്രിൻസിപ്പിൾ. ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റാക്കാണ്. സ്റ്റാക്കിലാണ് ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഓവർഫ്ലോ എന്താണ്, അണ്ടർഫ്ലോ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓൾറെഡി ഫുള്ളായിട്ടുള്ള ഒരു ഡാറ്റ സ്റ്റാക്കിലേക്കോ ക്യൂയിലേക്കോ നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ഓവർഫ്ലോ എന്ന് പറയാം. ഇനി ഒരു സ്റ്റാക്കിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല, എന്നിട്ട് വീണ്ടും നമ്മൾ അതിൽ നിന്ന് ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അണ്ടർഫ്ലോ. ഓക്കെ, അപ്പം ഓവർഫ്ലോയും ഉണ്ട് അണ്ടർഫ്ലോയും ഉണ്ട്. ഓക്കെ, ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫുൾ ആയതിലേക്ക് നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതിൽ നിന്ന് നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. അടുത്ത ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഈ 3 ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. സ്റ്റാക്കും ക്യൂവും ലിങ്ക്ഡ് ലിസ്റ്റും. അപ്പോൾ അടുത്ത ആളാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, അപ്പം ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത് നോഡുകളാണ്. ഓക്കെ, എ കളക്ഷൻ ഓഫ് നോഡ്, ഒരുപാട് നോഡുകൾ കൂടുന്നതിനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പം ഇങ്ങനെ കുറേ നോഡുകൾ ഉണ്ടാകും. ഈ നോഡുകളുടെ ഒരു കളക്ഷനാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഈ നോഡിൽ 2 പാർട്ട് ഉണ്ടാവും. എല്ലാ നോഡിനും 2 പാർട്ട് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ഒരു ഭാഗത്ത് ഡാറ്റ ഉണ്ടാകും, ഇവിടെ ഡാറ്റ ഉണ്ടാകും, അതേപോലെ തന്നെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ്, അടുത്ത നോഡ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ആ ലിങ്ക് പാർട്ടിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. അതിൽ ഡാറ്റയും അഡ്രസ്സും ഉണ്ടാകും. രണ്ടും കൂടിയതാണ് ഒരു നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഓക്കെ, പിന്നെ പോപ്പ് ഓപ്പറേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. റൈറ്റ് ആൻ അൽഗോരിതം ഓഫ് പോപ്പ് മാത്രം ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ പുഷ് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഇൻസേർഷൻ ചോദിക്കും, ക്യൂവിൻ്റെ ഡിലീഷൻ ചോദിക്കും. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളോട് ഡിഫൈൻ ഡാറ്റ സ്ട്രക്ചർ.
ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസിങ് ഡാറ്റയാണ് അല്ലേ. നമ്മുടെ ഡാറ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ പ്രോസസ്സ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഒക്കെ എളുപ്പമാക്കാനും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡാറ്റ സ്ട്രക്ചർ ഇസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് similar or dissimilarly logically related data item which can be processed as a single unit. Okay, അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ക്യൂ ഇൻ ഡാറ്റ സ്ട്രക്ചർ? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ എഴുതുക, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതാണ്. ക്യൂവിൽ 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാകും, ഫ്രണ്ടും റെയറും. ഫ്രണ്ടിലൂടെയാണ് ഡിലീഷൻ നടക്കുക, റെയറിലൂടെയാണ് ഇൻസേർഷൻ നടക്കുക. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. അതായത് 2 മാർക്കിനൊക്കെ നിങ്ങളോട് സ്റ്റാക്കിനെ കുറിച്ചോ ക്യൂവിനെ കുറിച്ചോ ഒക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യമാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. സ്റ്റാക്കിൻ്റെ പുഷും പോപ്പും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സർക്കുലർ ക്യൂ ഓവർ ലീനിയർ ക്യൂ? അപ്പോൾ സർക്കുലർ ക്യൂവും ലീനിയർ ക്യൂവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലീനിയർ ക്യൂവിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് നമുക്ക് നമ്മുടെ സർക്കുലർ ക്യൂ ഉള്ളത്. ഓക്കെ, അതെന്താണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നമുക്ക് ക്യൂവിൻ്റെ ഡ്രോബാക്ക്, ക്യൂവിന് എന്തോ സാധാരണ ക്യൂവിന് എന്തോ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ആ ഡ്രോബാക്ക് സോൾവ് ചെയ്യാനാണ് നമുക്ക് സർക്കുലർ ക്യൂ ഉള്ളത്. എന്താണ് ആ ഡ്രോബാക്ക്? എന്താ? Imagine the situation that there is only one element at the last position of the queue. ക്യൂയിലുള്ള ഓരോ എലമെൻറ്റ്സിനും നമ്മൾ ഫ്രണ്ടിലൂടെ ഡിലീറ്റ് ചെയ്ത് ലാസ്റ്റ് ആ എൻഡിലുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പുതിയൊരാളെ വീണ്ടും ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഫുള്ളാണെന്നാണ് കാണിക്കുക. പക്ഷെ ശരിക്കും ഫുള്ളാണോ? അല്ല, മുമ്പിലൊക്കെ സ്ഥലമുണ്ട് അല്ലേ, മുമ്പിലൊക്കെ സ്ഥലമുണ്ട്, പക്ഷെ നമ്മൾ ഫുള്ളാണെന്നാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആര് വന്നത്? നമ്മുടെ സർക്കുലർ ക്യൂ വന്നത്. അപ്പോൾ ഇങ്ങനെയായി, ഇതാണ് സർക്കുലർ ക്യൂ. അപ്പോൾ ഈ ലീനിയർ ക്യൂവിൻ്റെ ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സർക്കുലർ ക്യൂ വന്നത്. ഓക്കെ, യെസ്. അടുത്തത് യെസ്, ഇത് പഠിക്കാം. ഇത് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഇവിടെ ചോദിച്ചേ ഉള്ളൂ, ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ആ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും പിന്നെ ഏതാ? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും പിന്നെ ഏതാ മക്കളെ ഉള്ളത്? 2 ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും അതേപോലെ തന്നെ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറും. ഓക്കെ, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും അതേപോലെ തന്നെ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറും. ഓക്കെ, അതിൽ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ആരൊക്കെയാണുള്ളത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള +1 പഠിച്ചിട്ടുള്ള നമ്മുടെ ആരാ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിൽ വരിക? ആരാണ്? അറേ അല്ലേ, അറേ വരും, അതേപോലെ തന്നെ സ്ട്രക്ചർ വരും. ഇനി കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറിൽ ലീനിയറും നോൺ ലീനിയറും ഉണ്ട്. ലീനിയറിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഉള്ളത്. നോൺ ലീനിയറിലാണ് ട്രീയും ഗ്രാഫും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇതാ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അൽഗോരിതം ചോദിക്കാറുണ്ട് കേട്ടോ. അൽഗോരിതം ടു ആഡ് ആൻ ഐറ്റം, അല്ലെങ്കിൽ അൽഗോരിതം ടു ഡിലീറ്റ് ഫ്രം എ ക്യൂ, അല്ലെങ്കിൽ അൽഗോരിതം ടു ഇൻസേർട്ട് ഇൻ ടു എ സ്റ്റാക്ക്, ഡിലീറ്റ് ഫ്രം എ സ്റ്റാക്ക്. അപ്പോൾ ഇങ്ങനെ അൽഗോരിതംസ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അൽഗോരിതംസ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ഓക്കെ യെസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് ദ ലിങ്ക് പാർട്ട് ഓഫ് ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ ഡാഷ് ഡാറ്റ. നമ്മൾ പറഞ്ഞു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ അപ്പുറത്തുള്ള എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അല്ലേ. ഓരോ എലമെൻറ്റിൻ്റെയും ലാസ്റ്റിൽ അതിൻ്റെ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മുടെ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡിലായിരിക്കും, ലാസ്റ്റ് നോഡിൽ എന്തായിരിക്കും ഉണ്ടാവുക?
യെസ്, എന്തായിരിക്കും? നൾ ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നൾ ഡാറ്റ ആയിരിക്കും ഏറ്റവും എൻഡിലുള്ള ലാസ്റ്റ് നോഡിൽ ഉണ്ടാവുക. ഓക്കെ, അടുത്തത് അൽഗോരിതം ഇനി മിസ് പറയുന്നില്ല കേട്ടോ. അൽഗോരിതം എന്തായാലും അൽഗോരിതംസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ, ഹൗ ആർ ദേ ക്ലാസിഫൈഡ്. അപ്പോൾ സ്ട്രക്ചർ എന്താ മിസ് പറഞ്ഞത്? ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നെ ചോദിച്ചോളണം എന്നില്ല, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതണം. ഡാറ്റ സ്ട്രക്ചർ രണ്ടെണ്ണമാണ്, സിമ്പിളും കോമ്പൗണ്ടും. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ വരച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂ ഫോളോസ് ഡാഷ് പ്രിൻസിപ്പിൾ. സെയിം ക്വസ്റ്റ്യൻസ് ആണ്, പല രീതിയിൽ ചോദിക്കുന്നേ ഉള്ളൂ. ക്യൂ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാ മക്കളെ? ക്യൂ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ഫിഫോ പ്രിൻസിപ്പിൾ ആണ് അല്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ്. ആദ്യം കയറിയ ആൾക്ക് ആദ്യം ഇറങ്ങാം. ഓക്കെ, ഇത് തന്നെയാണ് സെയിം എല്ലാ രീതിയിലും നിങ്ങളോട് പല രീതിയിൽ ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾ അൽഗോരിതംസ് പഠിക്കുക, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരുന്നില്ലേ? ഓക്കെ, ഈ ചാപ്റ്റർ സെറ്റ് ആണെന്നുള്ളൊരിത് വരുന്നില്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്നും കൂടി ഇരുന്ന് പഠിക്കണം. നമ്മുടെ ലൈവോ ഒക്കെ കാണാൻ നോക്കുക കേട്ടോ. ഫുൾ ചാപ്റ്റർ ലൈവൊക്കെ പോയിട്ടുണ്ട്, കണ്ട് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പം അങ്ങനെ നമ്മുടെ 4th ചാപ്റ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. 4th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതാ, യെസ്, 4th ചാപ്റ്ററിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം 4th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വെബ് ടെക്നോളജി ആണ്. ഇതിൽ നമ്മൾ ഒരുപാട് ടാഗുകളൊക്കെ പഠിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ചാപ്റ്ററാണ്. ടാഗും ആട്രിബ്യൂട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇതാ വെബ് ടെക്നോളജി. വെബ് ടെക്നോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡൈനാമിക് വെബ് പേജ്? നമുക്ക് വെബ് പേജസ് സ്റ്റാറ്റിക് വെബ് പേജും അതേപോലെ തന്നെ ഡൈനാമിക് വെബ് പേജും ഉണ്ടാവും. 2 ടൈപ്പ് വെബ് പേജസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡൈനാമിക് വെബ് പേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ദ വെബ് പേജ് ദാറ്റ് കണ്ടെയ്ൻ സെർവർ സൈഡ് കോഡ് വിച്ച് ക്രിയേറ്റ് എ വെബ് പേജ് ഈച്ച് ടൈം ഇറ്റ് ഈസ് ആക്സസ്ഡ്. അതായത് നമ്മൾ ഓരോ സമയം ആ വെബ് പേജ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ സാധനം അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ഓരോ സമയവും ഇങ്ങനെ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഡൈനാമിക് വെബ് പേജാണ്. ഓക്കെ, ഡൈനാമിക് വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും അതിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഉള്ളിലുള്ള കണ്ടന്റും ലേ ഔട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആവശ്യമാണ് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത് പഠിക്കാം. അതേപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് കുറേ പഠിക്കാനുണ്ടെന്ന് മിസ് പറഞ്ഞു ഈ ചാപ്റ്ററിൽ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എബൌട്ട് എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. അപ്പോൾ ബോഡി ടാഗ് എന്ന് പറഞ്ഞ ടാഗിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് പഠിക്കാനുള്ളത്. ആ ആട്രിബ്യൂട്ട്സ് അതേപോലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വരിക? നമുക്കിപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഇമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ടാഗാണ് ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ തന്നെ കളറ്, ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു കളറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് BG കളറ്. ഓക്കെ, അതേപോലെ തന്നെ ടെക്സ്റ്റ്, നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ടെക്സ്റ്റ്. പിന്നെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, നമുക്കിങ്ങനെ നമ്മളിതുവരെ വിസിറ്റ് ചെയ്യാത്ത ലിങ്കിന്, അതേപോലെ ആക്റ്റീവ് ലിങ്ക്, അതേപോലെ ഓൾറെഡി വിസിറ്റ് ചെയ്ത ലിങ്ക്, അങ്ങനെ 3 ടൈപ്പ് ലിങ്കുകൾ ഉണ്ടാകും. പിന്നെ ലെഫ്റ്റ് മാർജിൻ, അതായത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് കുറച്ച് സ്പേസ് വിടണം, അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് കുറച്ച് സ്പേസ് വിടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും ഒക്കെ കൊടുക്കാൻ പറ്റും. ബ്ലാങ്ക് ഏരിയ, ഓക്കെ, ആ ബ്ലാങ്ക് ഏരിയാസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും. ഓക്കെ, യെസ്. ഇനി ബേസിക് സ്ട്രക്ചർ, റൈറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെൻറ്റ്. ഈ ചാപ്റ്ററിൽ ഇപ്പം ഈ ചാപ്റ്ററിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഏതെങ്കിലും വെബ് പേജ് ഡിസൈൻ ചെയ്യാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ HTMLൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കാം. ആദ്യം തന്നെ HTML, ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്ത മക്കളായതുകൊണ്ട് നിങ്ങൾക്കത് സീനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. HTML കൊടുക്കുക, ഹെഡ് കൊടുക്കുക,
അതേപോലെ തന്നെ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മളിതാ ഹെഡ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഓപ്പൺ ചെയ്യാം. ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇതിലിങ്ങനെ നമ്മൾ കംപ്ലീറ്റ് നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ബോഡി ക്ലോസ് ചെയ്യും. അതേപോലെ തന്നെ HTML ക്ലോസ് ചെയ്യും. ഓക്കെ, ബോഡി ക്ലോസ് ചെയ്യും, HTML ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുക. ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്, റെഡി. എന്തോ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് എനി 2 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. രണ്ടെണ്ണമൊന്നുമല്ല, നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, എല്ലാ ടാഗുകളും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ്. ഒന്നാമത്തത് ബോൾഡ് ആക്കാനുള്ളത്, ബി ടാഗ്. ഓക്കെ, ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാനുള്ളതുണ്ട്. അതേപോലെ തന്നെ ഇറ്റാലിസൈസ് ചെയ്യാനും, ഒന്നിങ്ങനെ ചെരിഞ്ഞ് വരണം, നമ്മുടെ ടെക്സ്റ്റ് ഇങ്ങനെ ചെരിഞ്ഞ് വരാനുള്ളതാണ് ഇറ്റാലിസൈസ് ചെയ്യാം. അതേപോലെ അണ്ടർലൈൻ കൊടുക്കാം, സ്ട്രൈക്ക് ചെയ്യാം, പിന്നെ ബിഗ് ആക്കാം. ഓക്കെ, നമ്മുടെ സൈസ് നമുക്ക് വലുതാക്കാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും, സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും, അതായത് ബോൾഡ് ആക്കാൻ. ഓക്കെ, പിന്നെ എംഫസൈസ് ചെയ്യാനായിട്ട് പറ്റും. എംഫസൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ഒന്ന് ഇതേപോലെ ഈ ഇതാക്കാന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ഇറ്റാലിസൈസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ്, അത് തന്നെയാണ് എംഫസൈസ് ചെയ്യുക. പിന്നെ നമുക്ക് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ X², ഇതാണ് സബ്സ്ക്രിപ്റ്റ്. അല്ല, സൂപ്പർ സ്ക്രിപ്റ്റ് മുകളിൽ വരുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. പിന്നെ നമ്മൾ എന്താണ് H2O. ഓക്കെ, ഈ 2 നമുക്ക് താഴെ വരണം അല്ലേ, ആ താഴെ വരുന്നതാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ ബ്ലോക്ക് കോഡ്സും ക്യൂ ടാഗും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, കൊട്ടേഷൻസ്. പിന്നെ പ്രീ ടാഗ്, അതായത് നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് നമുക്ക് അതേപോലെ വരണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീ ടാഗ് എന്ന് പറയാം. പിന്നെ നമുക്ക് അഡ്രസ്സ്, ഓക്കെ, അഡ്രസ്സ് കൊടുക്കാനായിട്ട് പറ്റും. അഡ്രസ്സ് കൊടുക്കുന്ന ഒരു ഫോർമാറ്റിൽ വരാൻ. പിന്നെ മാർക്ക് ക്യൂ ടാഗ്, അതായത് സ്ക്രോളിംഗ് ടെക്സ്റ്റ്, ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന ടെക്സ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രോളിംഗ് ടെക്സ്റ്റ് കൊടുക്കാം. പിന്നെ ഡിവ് ഒരു ഭാഗത്തേക്ക് മാത്രം സ്പെഷ്യൽ സ്റ്റൈലൊക്കെ കൊടുക്കാൻ ഡിവ്, അതേപോലെ ഫോണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് പഠിക്കാം ഈ ചാപ്റ്ററിൽ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദ സെർവർ. വെബ് സെർവറിൽ തന്നെ സ്ക്രിപ്റ്റ് കോഡ് നിൽക്കുന്നുള്ളൂ, അതിൽ തന്നെ സെർവറിൽ തന്നെയാണ് സ്ക്രിപ്റ്റ് കോഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അതേപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ് ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഏതിൽ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ. പക്ഷെ ഇവിടെ സെർവറിലാണ്, വെബ് സെർവറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റ, അതായത് ഡാറ്റ വാലിഡേഷന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. ഇവിടെ യൂഷ്വലി യൂസർ ടു കണക്ട് ടു ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാനാണ്. അതേപോലെ ഇവിടെ യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ് വെബ് ബ്രൗസറിൻ്റെ ടൈപ്പും വേർഷനും ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇത് യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ് സെർവറിനാണ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് യൂസറിന് അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്, റെഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെയിം എനി 2 attributes used in the body tag and specify their effect in the web page. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ നെയിം എനി 4 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആൻഡ് റൈറ്റ് ദ യൂസ്, അതും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നിങ്ങൾ. റൈറ്റ് എനി 2 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഏതൊക്കെയാണ് നമ്മുടെ 2 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്?
ഏതൊക്കെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്? ഏതൊക്കെയാണ്? റൈറ്റ് എനി 2 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഏതൊക്കെയാണ്? നമ്മുടെ ജാവ സ്ക്രിപ്റ്റ്, BB സ്ക്രിപ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്, റെഡി. അടുത്തത് ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ഫയലാണ്. ഓക്കെ, ഒരു മിനിറ്റ് മക്കളെ. യെസ്, ഓക്കെ. അപ്പം ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, HTML കൊടുക്കുക, ഹെഡ് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ടൈറ്റിൽ ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക, ബോഡി, ലാസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. Mention the purpose of alt attribute in IMG tag. IMG tag നമ്മളൊരു ഇമേജ് കൊടുക്കാൻ വേണ്ടിയുള്ള ടാഗാണ് അല്ലേ? IMG ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജ് കൊടുക്കാനുള്ള ടാഗാണ്. അപ്പോൾ അതിൽ ആൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എന്തിനാണ്? ആർക്കെങ്കിലും അറിയോ? ആ ഒരു പേര് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പർപ്പസ് ഓഫ് ഓൾട്ട് ആട്രിബ്യൂട്ട് എന്താണ്? ഓൾട്ടർനേറ്റ് ആണ് അല്ലേ? അഥവാ ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ നമുക്ക് കൊടുക്കേണ്ട ടെക്സ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ആൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഫോർ ആൻ ഇമേജ് ഇഫ് ദ ബ്രൗസർ കനോട്ട് ഡിസ്പ്ലേ ദ ഇമേജ്. ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് അവിടെ കാണിക്കേണ്ട ടെക്സ്റ്റ് കൊടുക്കാനാണ് ഓൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് മീൻ ബൈ empty ടാഗ്? റൈറ്റ് ഇനി 3 empty ടാഗ്. എന്താണ് empty ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് empty ടാഗ്? എന്താ മക്കളെ empty ടാഗ്? കണ്ടെയ്നർ ടാഗും empty ടാഗും ഉണ്ട് അല്ലേ? നമ്മൾ ഓപ്പൺ ചെയ്താൽ ക്ലോസും ചെയ്യണം എന്നുള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ്. പക്ഷേ ഓപ്പൺ ചെയ്താൽ മാത്രം മതി, ക്ലോസ് ചെയ്യണം എന്നില്ല. അങ്ങനെയുള്ള ടാഗുകളാണ് empty ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം empty ടാഗ് ടാഗ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ക്ലോസിംഗ് ടാഗ്. ക്ലോസിംഗ് ടാഗ് കൊടുക്കേണ്ടാത്ത ടാഗുകളെയാണ് നമ്മൾ എന്ത് പറയുക? empty ടാഗ് എന്ന് പറയാം. അപ്പോൾ അതിൽ BR, HR, IMG ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ബാക്കി ഏറ്റവും കൂടുതലും കണ്ടെയ്നർ ടാഗ്സ് ആണ്. ഇങ്ങനെ കുറച്ചെണ്ണം മാത്രമാണ് നമുക്ക് ഇതുള്ളത് കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനെയുള്ളത് ഇത് സ്ക്വയർ ആണ് കേട്ടോ മക്കളെ. സോറി, ഇത് സ്ക്വയർ ആണ്. സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? എങ്ങനെയാണ്? ഇതൊന്ന് സബ്സ്ക്രിപ്റ്റും ഇത് സൂപ്പർ സ്ക്രിപ്റ്റും ആണ് അല്ലേ? അപ്പോൾ സബ്സ്ക്രിപ്റ്റ് കൊടുക്കാനുള്ള ടാഗ് നമുക്കറിയാം SUB, H2 എന്നിട്ട് SUB ക്ലോസ് ചെയ്യുക, H2O. ഓക്കെ, ഇതാണ് സബ്സ്ക്രിപ്റ്റ് കൊടുക്കാനുള്ളത്. ഇനി സൂപ്പർ സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്ന് എഴുതുക, സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ടാഗ് കൊടുക്കുക A², സൂപ്പർ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് B² കൊടുക്കുക, B സൂപ്പർ സ്ക്രിപ്റ്റ് കൊടുക്കുക, സ്ക്വയർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, A² പ്ലസ് B². ഓക്കെ, യെസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. എന്താണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? CSS ആണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലേ? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSS ആണ്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. CSS നമ്മുടെ മറ്റേ ചാപ്റ്ററിലാണ്, 7th ചാപ്റ്ററിലാണ്. എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് അല്ലേ? യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഡോക്യുമെൻറ്റ് റിട്ടേൺ ഇൻ HTML എഴുതിയിട്ടുള്ള നമുക്ക് HTML നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അതിനെ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയാക്കണം, ഡിസൈൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതേപോലെ ഫോണ്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകൾ. ഓക്കെ, ഫോണ്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് ഇത് പഠിക്കുക കേട്ടോ. കളറ്, ഫേസ്, സൈസ്.
ഈ 3 ആട്രിബ്യൂട്ടുകളാണ് നമ്മുടെ ഫോണ്ട് ടാഗിന് ഉള്ളത്. ഫോണ്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. കളറ്, അതേപോലെ തന്നെ ഫേസ്, സൈസ്. ഓക്കെ, യെസ്, റെഡി. അതേപോലെ വെബ് പേജ് ഡിസൈൻ ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ മിസ്സിലൂടെ കൊടുത്തിട്ടുണ്ട്. മിസ്സിലൂടെ ആരോ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഇതാ കൊടുത്തിട്ടുണ്ട്. എ വെബ് പേജ് ഈസ് ടു ബി ഡെവലപ്ഡ് ഫോർ കേരള ടൂറിസം. റൈറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML പ്രോഗ്രാം ടു ഡിസൈൻ ദ പേജ്. ബേസിക് സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബേസിക് സ്ട്രക്ചർ വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ? HTML ഹെഡ് ടൈറ്റിൽ വെച്ചിട്ട് നമ്മളൊരു ഇതുണ്ടാക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ആട്രിബ്യൂട്ട് വിൽ ബി. അപ്പോൾ ആദ്യം ബേസിക് സ്ട്രക്ചർ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്ട്രക്ചർ, ജസ്റ്റ് ഒരു വെബ് പേജ് നമ്മൾ ഉണ്ടാക്കി. HTML ഹെഡ്, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി കൊടുത്തു, എന്നിട്ട് കേരള ടൂറിസം എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തു, വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തു, എന്നിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു സബ് ഹെഡിങ് അണ്ടർലൈനൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിതാ ഓരോ സ്ഥലങ്ങളായിട്ട് മൂന്നാർ, ആലപ്പുഴ, കൊച്ചി, തേക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് കൊടുത്തു. എന്നിട്ട് ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്തു, സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ടാഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ടാഗുകളെയും നമ്മൾ ബേസിക് ആയിട്ടൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യുക, ഓരോ ടാഗുകൾ യൂസ് ചെയ്തിട്ട്. ഇനി ഏത് ആട്രിബ്യൂട്ടാണ് നമ്മൾ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് വരണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള ആട്രിബ്യൂട്ട് അറിയാം. ബോഡി BG കളർ ഈക്വൽ ടു ഗ്രീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡീൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഗ്രീൻ കളറ് വരും. ഓക്കെ, അതേപോലെ അടുത്തത് ഒരു ഇമേജ് കൊടുക്കാനാണ്. Kerala.jpg എന്ന് പറഞ്ഞ ഒരു ഇമേജ് ഫയൽ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ imgsrc ഈക്വൽ ടു Kerala.jpg, വിഡ്ത്ത് ഈക്വൽ ടു 500, ഹൈറ്റ് ഈക്വൽ ടു 300. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, വിഡ്ത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇതാണ് ഒരു ഇമേജ് കൊടുക്കുക, img ടാഗ്. പിന്നെ റൈറ്റ് ദ HTML സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രോൾ ദ ടെക്സ്റ്റ് ഗോഡ്സ് ഓൺ കൺട്രി. നമുക്ക് താഴയിലൂടെ ഇങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രി ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്കറിയാം സ്ക്രോൾ ചെയ്യാൻ ഏതാണ് ടാഗ്, ഏതാണ് മക്കളെ സ്ക്രോൾ ചെയ്യാനുള്ള ടാഗ്? യെസ്, ഏതാണ്? മാർക്ക് യു ടാഗാണ് അല്ലേ? അപ്പം മാർക്ക് യു എന്ന് പറഞ്ഞിട്ട്, മാർക്ക് യു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞിട്ട് മാർക്ക് യു ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. യെസ്, ഓക്കെ. അതേപോലെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടേമുകൾ പഠിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സെർവർ, എന്താണ് ഡാറ്റ സെൻറ്റർ, അതേപോലെയുള്ള എന്താണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ ഡാറ്റ സെൻറ്റർ, വാട്ട് ആർ ദ ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ടു സെറ്റ് അപ്പ് എ ഡാറ്റ സെൻറ്റർ. അപ്പം എന്താണ്? യെസ്, അപ്പോൾ എന്താണ് ഡാറ്റ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് ഫിസിക്കൽ ലൊക്കേഷനാണ്. അവിടെ നമ്മുടെ ഓർഗനൈസേഷൻസ് എല്ലാവരും അവിടെ എന്താണ് നമ്മുടെ സെർവേഴ്സും ഡാറ്റാസും ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫിസിക്കൽ ലൊക്കേഷനാണ് ഡാറ്റ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ്, പ്രോസസ്സിങ് ആൻഡ് സെർവിങ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ടു ദെയർ ക്ലയൻറ്റ്സ്. ഓക്കെ, ഇതാണ് ഡാറ്റ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയുമാണ്. അതേപോലെ HTTPSൻ്റെ ഫുൾ ഫോം എന്താണ്? യെസ്, HTTPS. എന്താണ് HTTPSൻ്റെ ഫുൾ ഫോം? HTTPൻ്റെ ഫുൾ ഫോം അറിയുന്നവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? എന്താണ് HTTPS? യെസ്, എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഓക്കെ, ഇതാണ് HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. ഇതാണ് HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണോ? 4ാമത്തെ ചാപ്റ്റർ ക്ലിയർ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞേ, സെറ്റ് അല്ലേ? മിസ് 5th ചാപ്റ്ററിലേക്ക് പോട്ടെ. യെസ്, ഓക്കെ. അപ്പോൾ 5th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ്. വെബ് ഡിസൈനിങ് യൂസിങ് HTML. ഓക്കെ, അപ്പോൾ HTML എന്താണെന്ന് നമുക്കറിയാം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ HTML യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ടേബിൾ ഉണ്ടാക്കാൻ, ലിസ്റ്റ് ഉണ്ടാക്കാൻ, ഫോം ഉണ്ടാക്കാൻ, ഫ്രെയിം ഉണ്ടാക്കാൻ, അപ്പം ഇങ്ങനെ വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഈ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതിൽ ടേബിൾ ഇൻക്ലൂഡ് ചെയ്യാൻ, ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ, ഫോം ഇൻക്ലൂഡ് ചെയ്യാൻ, ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഡേർഡ് ആൻഡ് അൺഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഓർഡറിലായിരിക്കും നമ്മൾ OL ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ UL ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, UL ടാഗാണ് നമ്മൾ യൂസ് ചെയ്യാം. അതേപോലെ ഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ നമ്പേഴ്സോ ആൽഫബറ്റ്സോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അൺഓർഡേർഡ് ലിസ്റ്റിൽ നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ സർക്കിളായിട്ടോ ഡിസ്ക് അല്ലെങ്കിൽ സ്ക്വയർ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ഇതിൽ ടൈപ്പ് ആട്രിബ്യൂട്ട് 1, A, റോമൻ ലെറ്റർ അങ്ങനെയൊക്കെ വരും. ഇവിടെ ടൈപ്പ് എപ്പോഴും ഡിസ്ക്, സ്ക്വയർ, സർക്കിൾ അങ്ങനത്തെ രീതിയിലായിരിക്കും വരാം. അപ്പം ഇതൊക്കെ 2 ടൈപ്പ് ഓഫ് ലിസ്റ്റുകളാണ്. ഒരാളും കൂടി ഇല്ലേ മക്കളെ? അത് ഏതാ? 3 ടൈപ്പ് ലിസ്റ്റുകളുണ്ട്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, മറ്റേത് ഏതാ? ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഒന്നും കൂടി ഇല്ലേ? അതേതാ? യെസ്, മൂന്നാമത്തത് ഏതാണ്? ഡെഫിനിഷൻ ലിസ്റ്റ് ആണ് അല്ലേ? മൂന്നാമത്തത് ഡെഫിനിഷൻ ലിസ്റ്റ് ആണ്. ഓക്കെ, explain the different tags used with the DL tag to create a definition list. ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ DL ടാഗിൻ്റെ കൂടെ കൊടുക്കുന്നത് ഡെഫിനിഷൻ ലിസ്റ്റ് എങ്ങനെയായിരുന്നു? ഒരു ടേം കൊടുക്കും, അതിന് ഡെഫിനിഷൻ കൊടുക്കും, ഒരു ടേം കൊടുക്കും, അതിന് ഡെഫിനിഷൻ കൊടുക്കും. അപ്പോൾ DL ടാഗിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ടാഗുകൾ യെസ് ഏതൊക്കെയാണ്? DT ടാഗും DD ടാഗും. ഓക്കെ, ടേം കൊടുക്കാനും ഡെഫിനിഷൻ കൊടുക്കാനും. ഓക്കെ, ഡാറ്റ ടേം കൊടുക്കാനും ഡാറ്റ ഡെഫിനിഷൻ കൊടുക്കാനുമാണ് നമുക്ക് DT ടാഗും DD ടാഗും വരുന്നത്. ഓക്കെ, അതേപോലെ ഇങ്ങനെയുള്ള ലിസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു അൺഓർഡേർഡ് ലിസ്റ്റാണ്. UL ടാഗാണ് കൊടുക്കുക. അപ്പോൾ മിസ് ഇവിടെ കൊടുത്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ HTML കൊടുക്കും, പിന്നെ നമ്മൾ ഹെഡ് കൊടുക്കും, അതേപോലെ തന്നെ ടൈറ്റിൽ കൊടുക്കും. ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ ലിസ്റ്റ് എന്ന് കൊടുത്തു, എന്നിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, പിന്നെ നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ലിസ്റ്റ് കൊടുക്കാൻ പോണത്. അപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് UL എന്ന് കൊടുത്തു. ഇവിടെ ഡിസ്ക് ഷേപ്പാണ് അല്ലേ? ഡിസ്ക് ഷേപ്പാണെന്ന് പറഞ്ഞാൽ ഡിസ്ക് പറഞ്ഞാൽ ബുള്ളറ്റ്. അപ്പോൾ ബുള്ളറ്റ് ആണെങ്കിൽ നമ്മൾ ടൈപ്പ് കൊടുക്കണമെന്നില്ല. അല്ല സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ UL ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ, സ്ക്വയർ ആണെങ്കിൽ UL ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ അങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇതിപ്പം ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇത് തന്നെയാണ് വരിക. ഇനി UL കൊടുത്തു. ഇനി ലിസ്റ്റ് ഐറ്റംസ് കൊടുക്കാനാണ് LI ടാഗാണ് സയൻസ് ഗ്രൂപ്പ്. അപ്പം ഞാനിവിടെ സയൻസ് ഗ്രൂപ്പ്. ഓക്കെ, LI ടാഗിനെ ക്ലോസ് ചെയ്തു. അടുത്ത LI കൊടുത്തു. അടുത്തത് ആരാണ്? സയൻസ് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് കൊടുത്തു. സയൻസ് കഴിഞ്ഞു, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് കൊടുത്തു, LI ടാഗിനെ ക്ലോസ് ചെയ്തു. ഇനി അടുത്തതാണ് കൊമേഴ്സ് ഗ്രൂപ്പ്. ഓക്കെ, അടുത്ത LI ടാഗ് കൊടുത്തു, എന്നിട്ട് കൊമേഴ്സ് ഗ്രൂപ്പ് എന്ന് കൊടുത്തു. കൊമേഴ്സ് ഗ്രൂപ്പ് എന്ന് കൊടുത്തു. LI ടാഗിനെ ക്ലോസ് ചെയ്തു, UL ടാഗിനെ ക്ലോസ് ചെയ്യുക, അതേപോലെ തന്നെ ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും
ക്ലാസ്സിലില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ട്, ഇപ്പോഴും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ക്ലിയർ ആക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതൊരു ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഈ UL ടാഗിന് പകരം നമ്മൾ OL ടാഗാണ് കൊടുക്കുക എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളൊരു ഈ ഹെഡിങ് കൊടുക്കണം അല്ലെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പം നമുക്ക് ബോഡീൻ്റെ ഉള്ളിൽ ഇവിടെ തന്നെ H1 എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് H1 ടാഗിനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അടുത്തത് DD ടാഗ് ഗീവ്സ് ഡാഷ്. DD ടാഗ് നമുക്ക് എന്താണ് തരുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. DD എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ആണ്. DD ടാഗിൽ ഉണ്ടാവുക. ഡാറ്റ ഡെഫിനിഷൻ ആണ് DD ടാഗ്. അതേപോലെ തന്നെ റൈറ്റ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് OL ടാഗ്. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിലും UL ആണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ഓക്കെ, ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ, ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ, അല്ലെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു 1 2 3 അങ്ങനെ ഏത് ടൈപ്പാണ് എന്ന് നമുക്ക് കൊടുക്കാനുള്ളതാണ് OL ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ഹൈപ്പർ ലിങ്കിങ് ഇൻ എ വെബ് പേജ്, നെയിം ദ ടാഗ് യൂസ്ഡ് ഫോർ ഇറ്റ്. ഹൈപ്പർ ലിങ്കിങ് എന്താണ്? വെബ് പേജിൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? എന്താ ലിങ്കിങ് എന്താന്ന് പറയണമെന്നില്ല, ഏതാണ് ആ ടാഗ് എന്നൊന്ന് പറഞ്ഞേ. ലിങ്കിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടാഗ് ഏതാണ്? ഏതാ മക്കളെ ആ ടാഗ്? A ടാഗാണ് അല്ലേ, ആങ്കർ ടാഗാണ്. A ടാഗ്, ആങ്കർ ടാഗ്. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലമെൻറ്റോ ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഇമേജോ ആവാം. വെൻ വി ക്ലിക്ക് ഓൺ, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൂവ് ടു അനദർ ഡോക്യുമെൻറ്റ് ഓർ another section of the same document. ഒന്നുകിൽ വേറൊരു ഡോക്യുമെൻറ്റിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുക. ഓക്കെ, എക്സ്റ്റേണൽ ലിങ്കിങ് എന്നാണ് നമ്മൾ പറയുക. പക്ഷെ അല്ലെങ്കിൽ another section of the same document, അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറയാം. ഓക്കെ, എക്സ്റ്റേണൽ ലിങ്കിങ്ങോ ഇൻറ്റേർണൽ ലിങ്കിങ്ങോ. ഓക്കെ, റെഡി? യെസ്. അടുത്തത് ടേബിളിൻ്റെ ടാഗുകൾ പഠിക്കുക കേട്ടോ. ടേബിൾ ടാഗുകൾ, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയ ടാഗുകൾ. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ടാണ് ടേബിളിൻ്റെ ബോർഡർ, അതേപോലെ ബോർഡർ കളറ്, പിന്നെ നമ്മുടെ അലൈന്, BG കളറ്, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽ പാഡിങ്, പിന്നെ അലൈന് TR ടാഗിൻ്റെതാണ്. അലൈന്, V അലൈന്, BG കളറ്, THൽ വരുന്നതാണ് അലൈന്, V അലൈന്, BG കളറ്, കോൾ സ്പാന്, റോ സ്പാന്, ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ. ഡിസ്ക്രൈബ് അബൌട്ട് TR, TD, TH. ഈ 3 ടാഗുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, TR ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ റോ ആണ്. ഓക്കെ, TR ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ റോ ആണ്. TD ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയാണ്. ടേബിളിൻ്റെ ഹെഡിങ് ആണ് TH. ഓക്കെ, ടേബിൾ ഹെഡിങ് ആണ് TH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 3ഉം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. TRും TDയും അതേപോലെ തന്നെ TH ടാഗ്. ഓക്കെ, പിന്നെ ഇതേപോലെ ലിസ്റ്റിന് മിസ് പറയുന്നില്ല, നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ ഒന്ന് മിസ് കാണിച്ചു തന്നില്ലേ. ഇനി ഇവിടെ ടേബിൾ നോക്കിക്കേ. ഇതേപോലെ നിങ്ങളോടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടേബിൾ ഫോം ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യം തന്നെ HTML കൊടുക്കുക, ഹെഡ് ക്ലോസ്, ടൈറ്റിലൊക്കെ കൊടുത്ത് ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി കൊടുത്തു. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്ത മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും, ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിന് ഒരു ബോർഡർ കൊടുക്കണം എപ്പോഴും, എന്നാൽ മാത്രമേ ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ടേബിൾ ബോർഡർ ഈക്വൽ ടു 1. ഇനി TR ടേബിൾ റോ കൊടുത്തു. TH കോൾ സ്പാൻ ഈക്വൽ ടു 2. TH കോൾ സ്പാൻ ഈക്വൽ ടു
2. അപ്പം ടി എച്ചിൻ്റെ എന്താണ് കോൾ സ്പാൻ ഈക്വൽ ടു 2. അതായത് കോളം 2 കോളങ്ങളെ നമുക്ക് ഒന്നാക്കണം. അതിനാണ് കോൾ സ്പാൻ. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ ഹെഡിങ് കൊടുക്കണമെങ്കിൽ 2 കോളങ്ങളെ നമ്മൾ ഒന്നാക്കിയിട്ടല്ലേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തത്. അതിനാണ് ടി എച്ച് കോൾ സ്പാൻ ഈക്വൽ ടു 2 എന്ന് കൊടുത്തത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് എഴുതിയിട്ട് ടി എച്ച് ടാഗിനെ ക്ലോസ് ചെയ്തു, ടി ആർ ടാഗ് ക്ലോസ് ചെയ്തു, ടി ആർ ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ടി ഡി അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ കൊടുക്കുകയാണ്. അപ്പം എപ്പോഴും നിങ്ങൾ ടേബിൾ ഉണ്ടാക്കുമ്പം ആദ്യം ഈ റോ ക്രിയേറ്റ് ചെയ്തു, അടുത്തത് ഈ റോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഈ റോ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ റോ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടി ആർ കൊടുത്തു. അപ്പം അടുത്ത ഡാറ്റ കൊടുക്കുകയാണ്. അടുത്തത് ഹെഡിങ് അല്ല, ഡാറ്റയാണ്. ഇവിടെ ഹെഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ ടി എച്ച് കൊടുത്തത്. ഇവിടെ ഡാറ്റയാണ്. അപ്പോൾ ടി ഡി സയൻസ്, ടി ഡി ക്ലോസ് ചെയ്തു, ടി ഡി 56, ടി ഡി ക്ലോസ് ചെയ്തു. അപ്പോൾ ആ റോ കഴിഞ്ഞു. അപ്പോൾ ആ റോ ക്ലോസ് ചെയ്തു, ടി ആർ ക്ലോസ് ചെയ്തു. അടുത്ത ടി ആർ ഓപ്പൺ ചെയ്തു, ഉള്ളിൽ ഡാറ്റയാണ്. ടി ഡി കൊമേഴ്സ്, ടി ഡി ക്ലോസ് ചെയ്തു, ടി ഡി 58, ടി ഡി ക്ലോസ് ചെയ്തു. ആ റോയും കഴിഞ്ഞു. അപ്പോൾ ടി ആർ ക്ലോസ് ചെയ്തു. ഇനി ടേബിൾ മൊത്തത്തിൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് ടേബിൾ ക്ലോസ് ചെയ്യാം, ബോഡി ക്ലോസ് ചെയ്യാം, HTML ക്ലോസ് ചെയ്യാം. ഓക്കെ, ടേബിൾ ഇവിടെ മിസ് ക്ലോസ് ചെയ്തിട്ടില്ലേ? നമ്മൾ ഇവിടെ ടേബിൾ ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോം ടാഗ്. ഫോം ടാഗിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്, എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് ചോദിച്ചത്. ആക്ഷനും മെത്തേഡും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ആക്ഷൻ, മെത്തേഡ്, ഈ 2 ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് ഫോംസിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആക്ഷൻ ആട്രിബ്യൂട്ട് ഇൻ ദ ഫോം ടാഗ്? ഫോം ടാഗിൽ ആക്ഷൻ ആട്രിബ്യൂട്ട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നമുക്ക് റിസീവ് ചെയ്യുന്ന, നമ്മുടെ ഡാറ്റ റിസീവ് ചെയ്യുന്ന ആ ഫോം ഹാൻഡ്ലറിനെ സ്പെസിഫൈ ചെയ്യാനാണ്, നമുക്ക് ആ URL സ്പെസിഫൈ ചെയ്യാനാണ് ആക്ഷൻ കൊടുക്കുന്നത്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെറ്റ് മെത്തേഡാണോ പോസ്റ്റ് മെത്തേഡാണോ, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്, റെഡി. അടുത്തത്, വിച്ച് ആർ ദ HTML tags used to divide the browser window? ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. നമുക്കൊരു ബ്രൗസർ വിൻഡോ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന HTML ടാഗുകൾ ഏതൊക്കെയാണ്? നമുക്കൊരു വിൻഡോനെ നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ, നമ്മളിപ്പോൾ പഠിച്ചതിൽ ലിസ്റ്റ്, ടേബിൾ, ഫോം ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യോ? ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യോ? ഏതാണ് ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാനുള്ള ആൾക്കാർ? യെസ്, ഏതാ മക്കളെ? ബ്രൗസർ വിൻഡോനെ ഡിവൈഡ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്? നമ്മുടെ ഫ്രെയിമാണ് അല്ലേ? ഫ്രെയിം സെറ്റും ഫ്രെയിമും ആണ്. അപ്പോൾ ഫ്രെയിം സെറ്റാണ് ടു ഡിവൈഡ് ദ പാർട്ടീഷൻ വിൻഡോ ഇൻറ്റു ഡിഫറെൻറ്റ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ആ ഡിവൈഡ് ചെയ്യുന്നത് കോളമായിട്ടും റോ ആയിട്ടും ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. കോളമായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കോളമാക്കി ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര റോ ആക്കി ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഫ്രെയിം, നമുക്ക് ഈ ഫ്രെയിം സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഫ്രെയിമുകൾ കൊടുക്കണം അല്ലേ? അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പേരിൽ സേവ് ചെയ്തിട്ടുണ്ടാകും. ആ സേവ് ചെയ്ത ഫയൽ നമുക്ക് ഈ ഫ്രെയിമിലേക്ക് വരണം. അതിന് നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ടാണ് SRC. ഓക്കെ, അപ്പോൾ ഫ്രെയിം SRC ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേരിലുള്ള ഫയൽ ആ ഫ്രെയിമിൽ വന്നോളും. ഓക്കെ, അതേപോലെ നമുക്ക് ആ ഫ്രെയിമിന് ഒരു നെയിം കൊടുക്കാനായിട്ട് പറ്റും. നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്. ഓക്കെ, യെസ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇൻപുട്ട് ടാഗ്. ഇൻപുട്ട് ടാഗ്, HTMLലെ ഇൻപുട്ട് ടാഗിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാനാണ്. ഇൻപുട്ട് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സ്, റേഡിയോ, ചെക്ക് ബോക്സ് അതൊക്കെ കൊടുക്കണം, സബ്മിറ്റ് ബട്ടൺ അതൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ്, ടാഗാണ് ഇൻപുട്ട്. അതിൽ വരുന്ന ആട്രിബ്യൂട്ടുകളാണ് നമ്മുടെ വാല്യൂ, അതേപോലെ സൈസ്, മാക്സ് ലെങ്ത്ത്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, യെസ്, റെഡി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? 5th ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണോ എന്നൊന്ന് പറഞ്ഞേ. മിസ്സിൻ്റെ കുട്ടികൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, 5th ചാപ്റ്റർ സെറ്റാണോ? 5th ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? മിസ് 6th ചാപ്റ്ററിലേക്ക് പോട്ടെ. ഓക്കെ ആണോ? യെസ്,
5 യെല്ലോ ഹേർട്ടുകൾക്ക് വേണ്ടി മിസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ 6th ചാപ്റ്ററിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ ആണോ മക്കളെ? യെസ്, ഓക്കെ. അപ്പോൾ 6th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് അല്ലേ? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പം ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ 6th ചാപ്റ്ററിൽ ഫുള്ള് പഠിക്കുന്നത്. ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് സ്ക്രിപ്റ്റ് ടാഗ് എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ട് ഏതാണ്. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് സ്ക്രിപ്റ്റ് ടാഗ് അല്ലേ? സ്ക്രിപ്റ്റ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് HTML-ൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് കോഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് കോഡ് ഇൻ ആൻ HTML പേജ്. ഒരു HTML പേജിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റ് കൊടുക്കണം, സ്ക്രിപ്റ്റ് കോഡ് അല്ലെങ്കിൽ ലാംഗ്വേജ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആട്രിബ്യൂട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാംഗ്വേജ് ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് HTML-ൻ്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, റെഡി. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 built-in functions യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ built-in functions 2 ആക്കണ്ട, നമ്മൾ കുറേ എണ്ണം, ഒരു 6 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് built-in functions? ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന built-in functions ഏതൊക്കെയാണ്? യെസ്, ഏതൊക്കെയാണ് built-in functions യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ഏതാണ്? യെസ്, ഏതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക built-in functions? കുറേ എണ്ണുണ്ട് അല്ലേ? അലേർട്ട്, അതേപോലെ അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. നമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഈസ് നാൻ, അതേപോലെ തന്നെ ടു അപ്പർ കേസ് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാനുള്ളതാണ്. പിന്നെ ടു ലോവർ കേസ് നമുക്ക് സ്മോൾ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്, ടു ലോവർ കേസ്. പിന്നെ ക്യാർ അറ്റ്, ഓക്കെ, ക്യാരറ്റ് ഒരു പൊസിഷൻ, ക്യാരക്ടറിൻ്റെ പൊസിഷൻ കാണാനുള്ളതാണ് ക്യാർ അറ്റ്. പിന്നെ ലെങ്ത്ത്, ഓക്കെ, ലെങ്ത്ത്. അപ്പോൾ ഇതൊക്കെയാണ് പല പല നമ്മുടെ built-in functions ജാവാസ്ക്രിപ്റ്റിലുള്ളത്. ഇത് ഓരോന്നും എന്തിനാണെന്നുള്ളത് പഠിക്കാം കേട്ടോ. ഇവിടെ ഈ രീതിയിലും ചോദിക്കുക കേട്ടോ. റൈറ്റ് ദ നെയിം ഓഫ് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ടു പെർഫോം ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ്, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനുള്ളതാണ് അലേർട്ട്. അപ്പം അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ സയൻസ് എന്ന് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. ഇനി ടു പ്രിന്റ് ദ ലെങ്ത് ഓഫ് സ്ട്രിങ് ഹലോ. അപ്പോൾ നമുക്കറിയാം ലെങ്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ലെങ്ത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഓക്കെ. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പല രീതിയിലാണ് ചോദിക്കുന്നതേ ഉള്ളൂ. റൈറ്റ് ദ യൂസ് ഓഫ് ഫോളോയിങ് built-in functions. അലേർട്ട് ടു ഡിസ്പ്ലേ മെസ്സേജ് ആണ്, ടു ചെക്ക് വെദർ നമ്പർ ഇസ് ന്യൂമറിക് നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനാണ് ഈസ് നോട്ട് എ നമ്പർ. അതേപോലെ ഒരു ക്യാരക്ടറിൻ്റെ പൊസിഷൻ കാണാനുള്ളതാണ് ക്യാർ അറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും എന്തിനാന്നുള്ളത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്സ്. Write a short note about data types in JavaScript. ജാവാസ്ക്രിപ്റ്റിലുള്ള ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഡാറ്റ ടൈപ്സ് നമുക്കറിയാം, സിമ്പിളാണ്. ആകെ 3 ഉള്ളൂ, നമ്പറും സ്ട്രിങ്ങും ബൂലിയനും. ഓക്കെ, നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഉള്ളതും പോയിന്റ് ഇല്ലാത്തതും എല്ലാം ഒറ്റ കാറ്റഗറിയിലാണ് നമ്പർ. ഓക്കെ, അതേപോലെ തന്നെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതാണ് സ്ട്രിങ്. ഓക്കെ, ഇനി ബൂലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ, ട്രൂ ഫോൾസ് അങ്ങനെ 2 വാല്യൂസ് മാത്രം വരുന്നതാണ് ബൂലിയൻ. ഓക്കെ, യെസ്, ഇതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യെസ്, ക്ലാസിഫൈ ദ ഫോളോയിങ് വാല്യൂസ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഇൻ ടു സൂറ്റബിൾ ഡാറ്റ ടൈപ്പ്. പറഞ്ഞേ, ഇതിൽ ഓരോന്നും ഏതാ? ഇവിടെ ഇപ്പോൾ പോയിന്റ് ഉള്ളൊരു നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതിലാണ് വരിക? നമുക്ക് പോയിന്റ് ഇല്ലാത്തതൊന്നും ഇല്ല അല്ലേ? എല്ലാം ഒറ്റ ഡാറ്റ ടൈപ്പാണ് നമ്പർ. ഓക്കെ, ഇനി നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് വരുന്നതാണ് ഏതിലാണ് വരിക? ബൂലിയൻ അല്ലേ? ബൂലിയൻ.
ഓക്കെ, ബൂലിയൻ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ട്രൂ എന്ന് കാണുമ്പോൾ അറിയാതെ ബൂലിയൻ എന്ന് പറയരുത്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതെന്താണ്? സ്ട്രിങ് ആണ്. ഓക്കെ, സ്ട്രിങ് ആണ്. അതേപോലെ തന്നെ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ എ വാരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡ് അതേതാ? വാരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡ് ഏതാ? യെസ്, ഏതാ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ്? വാർ അല്ലേ? VAR, വാർ. ഓക്കെ, വാർ. യെസ്, ഓക്കെ 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 ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഫോർ ലൂപ്പ് വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾ. എക്സാമ്പിളൊന്നും അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, എന്നാലും പഠിച്ചു വെക്കുക. ഫോർ ലൂപ്പ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി +1 പഠിച്ചതാണ്. അതിൻ്റെ ഒക്കെ സിൻടാക്സ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് HTML കോഡ് ചെയ്ത് ആ ബോഡീൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവ സ്ക്രിപ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിനുള്ള വേണ്ട വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുക. വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുമ്പം ഡാറ്റ ടൈപ്പ് അല്ല കൊടുക്കേണ്ടത്, വാർ എന്ന് പറഞ്ഞ കീവേഡാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഫോർ ലൂപ്പ് സാധാ നമ്മൾ ഇതിൽ കൊടുക്കുന്ന പോലെ, നമ്മുടെ C++ൽ കൊടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ പ്രിൻ്റ് ചെയ്യാൻ C++ൽ C ഔട്ട് കൊടുക്കുന്ന പോലെ ഇവിടെ കൊടുക്കരുത്. ഇവിടെ നമ്മൾ document.write എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യണം, ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം, HTML ടാഗ് ക്ലോസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6th ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? 6th ചാപ്റ്റർ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരു 6 യെല്ലോ ഹേർട്ട് മിസ്സിനായിട്ട് തരിക. അതിന് വേണ്ടി മിസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 6 യെല്ലോ ഹേർട്ടുകൾ മിസ്സിന് തരിക. യെസ്, 6 യെല്ലോ ഹേർട്ടുകൾ മിസ്സിന് തരാം. ഓക്കെ, 7th ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. 7th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വെബ് ഹോസ്റ്റിംഗ് ആണ്. ഓക്കെ, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. പല ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട് അല്ലേ മക്കളെ? യെസ്, ഓക്കെ. പല ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് പല ടൈപ്പ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് പറയാം, വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സർവീസ് ഓഫ്, വെബ് ഹോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ ആദ്യം തന്നെ പഠിക്കുക. ഇറ്റ് ഇസ് എ സർവീസ് ഓഫ് providing storage space in a web server to serve file for a website to be made available on the internet. നമുക്ക് ഇൻ്റർനെറ്റിൽ നമുക്കൊരു നമ്മുടെ നമുക്ക് ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സ്പേസ് വേണം. ആ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ റിസോഴ്സുകളും ഇവർ തമ്മിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ഇത് സ്മോൾ വെബ്സൈറ്റുകൾക്ക് മാത്രമേ പറ്റുള്ളൂ, കാരണം ട്രാഫിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആവും. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്തതാണ്, ഇതിപ്പം ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്. അതേപോലെ അടുത്തതാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഓക്കെ, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഡെഡിക്കേറ്റഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് എന്ത് ചെയ്യുകയാണ്, ഒരു എൻ്റയർ വെബ് സെർവറിനെ തൽക്കാലത്തേക്ക് ലീസിലെടുക്കുകയാണ്. അപ്പോൾ അതൊന്നും കൂടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് VPS-ൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്, വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഓക്കെ, നമുക്ക് ഒറ്റ ഫിസിക്കൽ സെർവറേ ഉള്ളൂ, പക്ഷെ അതിനെ നമ്മൾ വിർച്വലി കുറേ എണ്ണമാക്കിയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യുകയാണ്. അതാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VPS. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫ്രീ ഹോസ്റ്റിംഗ്?
ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് നമ്മൾ പഠിക്കുന്ന വെബ് ഹോസ്റ്റിംഗ് മെത്തേഡുകളൊക്കെ എന്താണ്? പൈസ കൊടുത്തിട്ടുള്ളതായിരുന്നു. അല്ലാതെ നമുക്ക് ഹോസ്റ്റിംഗ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ വെബ് ഹോസ്റ്റിംഗ് സർവീസ് ഫ്രീ ഓഫ് ചാർജ്. അപ്പം അഡ്വാൻറ്റേജ് നോ കോസ്റ്റ് തന്നെയാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് കുറവായിരിക്കും. ഓക്കെ, ലെസ് കസ്റ്റമർ സപ്പോർട്ടാണ്. അതേപോലെ തന്നെ ഷെയർഡ് ബാൻഡ് വിഡ്ത്താണ്. ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് വരും. ലിമിറ്റഡ് പേജ് നമ്പേഴ്സേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീ ഹോസ്റ്റിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ആൻസർ പറഞ്ഞോളൂ. ദ ഫുൾ ഫോം ഓഫ് VPS എന്താണ്? ഇപ്പോൾ മിസ് പറഞ്ഞു VPSൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം എന്താണ് VPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? VPSൻ്റെ ഫുൾ ഫോം എന്താണ്? യെസ്, എന്താണ്? വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് കേട്ടോ. വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഓക്കെ, വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് VPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ചാപ്റ്റർ ഭയങ്കര ചെറിയ ചാപ്റ്ററാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അടുത്തത് റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CMS. എന്താണ് CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, CMSൻ്റെ ഫുൾ ഫോം എന്താ മക്കളെ? എന്താണ് CMS? എന്താ? കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ? CMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CMS കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രിങ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റിനെ നമുക്ക് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് നല്ല രീതിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് CMS അല്ലെങ്കിൽ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് CMS ആണ്. ഓക്കെ, അടുത്തത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ക്യൂട്ട് FTP, സ്മാർട്ട് FTP ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, അത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ്. അതേപോലെ തന്നെ എക്സാമ്പിൾ ഓഫ് എ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, ഇതും ചോദിച്ചിട്ടുണ്ട്. വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫ്രീ VPS, അതേപോലെ തന്നെ വിർച്വൽ ബോക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എക്സാമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് നെയിം എ പ്രോട്ടോകോൾ ദാറ്റ് പ്രൊവൈഡ് സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ. ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഫയൽ ട്രാൻസ്ഫർ, സെക്യൂർ ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോള് ഏതാണ്? സെക്യൂർ ഫയൽ ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോള്. യെസ്, ഏതാണ്? SFTP, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SFTP, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, യെസ്, ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ കുറച്ച് കാര്യം മാത്രമേ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അത്ര തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റാണോ എന്നൊന്ന് പറഞ്ഞേ മക്കളെ. ഓക്കെ അല്ലേ? യെസ്, സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 7th ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ 8th ചാപ്റ്ററിലേക്ക് പോവുകയാണ് മക്കളെ. നമ്മുടെ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഡൗട്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ ലൈവ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ വരികയാണ് പഠിക്കുന്ന സമയത്ത്, ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്സിന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഫുൾ മാർക്ക് തന്നെ നമ്മുടെ എക്സാമിന് നമുക്ക് വാങ്ങണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 8th ചാപ്റ്ററിലേക്ക് പോവാം. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, DBMSൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാലോ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. DBMSൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? DBMSൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക? DBMS എന്താണെന്ന് ആദ്യം പഠിക്കാം കേട്ടോ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം ഫെസിലിറ്റേറ്റിംഗ് സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ്
ഡാറ്റാബേസുകളെ മാനേജ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഒന്നാമത്തത് കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി. ഓക്കെ, ഡാറ്റ റിഡൻഡൻസി കൺട്രോൾ ചെയ്യും, ഡാറ്റേനെ കൺസിസ്റ്റൻ്റ് ആക്കും, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, ഇതൊക്കെ നമ്മുടെ DBMSൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, യെസ്, ഓക്കെ. അടുത്തത് വീണ്ടും എക്സ്പ്ലെയിൻ എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് DBMS. അതേപോലെ തന്നെ ലിസ്റ്റ് ദ 4 കോമ്പോണൻസ് ഓഫ് DBMS. ഓക്കെ, DBMSൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണ്? അപ്പോൾ DBMSൻ്റെ കോമ്പോണൻസ് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് മക്കളെ ഒന്ന് പറഞ്ഞേ. നമ്മളൊരു കോഡൊക്കെ വെച്ച് പഠിച്ചതാണ്. ഹരി സോഡ കുടിച്ച് US പോയി പ്രോമാക്സ് വാങ്ങി എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? യെസ്, ഏതൊക്കെയാണ് നോക്കിക്കേ. ഹാർഡ്വെയർ അല്ലേ, ഹാർഡ്വെയർ ഉണ്ട്. ഹരി സോഡ, സോഫ്റ്റ്വെയർ, ഡാറ്റ അല്ലേ, ഡാറ്റ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ്, അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരിക കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ DBMSൻ്റെ കോമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ആൻസർ പറഞ്ഞോളൂ. The level of data abstraction in DBMS that is closest to the user. യൂസറിന് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, DBMSലെ ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഇതിൽ ഏതാണ് മക്കളെ ഒന്ന് പറഞ്ഞേ. The level of data abstraction in DBMS that is closest to the user. യൂസറിന് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള ലെവൽ ഏതാ? യെസ്, ഏതാണ്? വ്യൂ ലെവൽ അല്ലേ, C. ഓക്കെ, വ്യൂ ലെവലാണ്. അടുത്തത് ഡാറ്റ എബൌട്ട് ഡാറ്റ ഈസ് കോൾഡ് ഡാഷ്. ഡാറ്റയെ കുറിച്ചിട്ടുള്ള ഡാറ്റ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ടല്ലോ, ആർക്കാണ് അറിയാം? ഡാറ്റ എബൌട്ട് ഡാറ്റ, ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയെ നമ്മൾ വിളിക്കും. യെസ്, ഡാറ്റ എബൌട്ട് ഡാറ്റ ഈസ് കോൾഡ് മെറ്റാ ഡാറ്റ. ഓക്കെ, ഡാറ്റ എബൌട്ട് ഡാറ്റ ഈസ് കോൾഡ് മെറ്റാ ഡാറ്റ. അടുത്തത് ഹൂ ആർ ദ യൂസേഴ്സ് ഓഫ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ് ആരൊക്കെയാണ്? മെയിനായിട്ട് നിങ്ങൾ പറയേണ്ടത് നമ്മുടെ DBAനെയാണ്. മെയിനായിട്ടുള്ള ആളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ഓക്കെ, പിന്നെ നമ്മുടെ നേവി യൂസേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ യൂസേഴ്സ് ഓഫ് എ ഡാറ്റാബേസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പ്ലെയിൻ 3 ടൈപ്സ് ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഇൻ DBMSലെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താ? ഒരു ലെവലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത്, അല്ലെങ്കിൽ കോംപ്ലെക്സിറ്റീസ്, ദ പ്രോസസ് ഓഫ് ഹൈഡിങ് ഇറെലവൻറ്റ് ഡീറ്റെയിൽസ് ഫ്രം ദ യൂസേഴ്സ് അല്ലേ. യൂസറിന് ആവശ്യമില്ലാത്തത് അതിന് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ മക്കളെ? അപ്പം യൂസറിന് ആവശ്യമില്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, അവരിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ 3 ലെവലായിട്ടാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉള്ളത്? യെസ്, ഏതൊക്കെ ലെവലുകളായിട്ടാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉള്ളത്? വ്യൂ ലെവല്, ലോജിക്കൽ ലെവല്, അതേപോലെ തന്നെ ഫിസിക്കൽ ലെവല്. ഓക്കെ, അപ്പം ഫിസിക്കൽ ലെവലാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവല്. അവിടെയാണ് നമ്മൾ ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ്, എങ്ങനെയാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കുന്നത് ഫിസിക്കൽ ലെവലിലായിരിക്കും. എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് എന്ന് കാണിക്കുന്ന ലെവലാണ് ലോജിക്കൽ ലെവല്. ഇനി യൂസേഴ്സിന് എങ്ങനെ കാണുന്നു, ഹയസ്റ്റ് ലെവൽ, യൂസറിന് ക്ലോസർ ആയിട്ടുള്ള ലെവൽ, യൂസറിൻ്റെ ഇൻ്ററാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന ലെവൽ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള വ്യൂ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ലെവലുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഫിസിക്കൽ ലെവല്,
ലോജിക്കൽ ലെവൽ, അതേപോലെ തന്നെ വ്യൂ ലെവൽ. ഓക്കെ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ലെവൽസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ മക്കളെ. RDBMSൽ ദ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യുണീക്കലി ഐഡൻറ്റിഫൈ എ റോ ഇൻ എ റിലേഷൻ ഇസ് കോൾഡ് ഡാഷ്. എന്താണ് ആ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടിന് നമ്മളൊരു പേര് വിളിക്കും, അതെന്താണെന്നറിയാം? മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ദാറ്റ് യുണീക്കലി ഐഡൻറ്റിഫൈ ഏതാണ്? കാൻഡിഡേറ്റ് കീ ആണ് അല്ലേ? കീസ് ആണ്, അതിൽ കാൻഡിഡേറ്റ് കീ ആണ് ആ ഒരു മിനിമൽ സെറ്റിനെ കാണിക്കാം. ഓക്കെ, മിനിമൽ സെറ്റിനെ കാണിക്കുന്ന കീ ആണ് കാൻഡിഡേറ്റ് കീ. യെസ്, അടുത്തത് എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ് ടെർമിനോളജീസ് ഇൻ RDBMS. RDBMSൽ കുറേ ടേമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് റിലേഷൻ അല്ലേ? റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റിലേഷൻ? ടേബിളാണ് റിലേഷൻ അല്ലേ? റോ ആൻഡ് കോളം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റിലേഷൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ പൂൾ ഓഫ് വാല്യൂസ്. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ അല്ലേ? വേറൊരു ടേബിളിൽ പ്രൈമറി കീ ആയിട്ടുള്ള ആളെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ആൻഡ് കോളം ആയിട്ട് നമ്മൾ ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. അതേപോലെ തന്നെ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂൾ ഓഫ് വാല്യൂസ് ആണ്. ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കീ ഇൻ എ ടേബിൾ ഇസ് കോൾഡ് എ ഫോറിൻ കീ ഇഫ് ഇറ്റ് ഇസ് പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. വേറൊരു ടേബിളിൽ പ്രൈമറി കീ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫോറിൻ കീ. ഓക്കെ, ഇതാണ് 3 ടേമുകൾ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഇസ് നോട്ട് പ്രൈമറി കീ ഈസ് കോൾഡ് ഡാഷ്. കീസ് പല ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ കാൻഡിഡേറ്റ് കീ ഉണ്ട്, പ്രൈമറി കീ ഉണ്ട്, അങ്ങനെ കുറേ കീസ് ഉണ്ട്. അപ്പോൾ കാൻഡിഡേറ്റ് കീയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ബാക്കിയുള്ള കീസിന് നമ്മൾ എന്താ വിളിക്കാം? എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഇസ് നോട്ട് പ്രൈമറി കീ ഈസ് കോൾഡ് എന്താണ്? ഓൾട്ടർനേറ്റ് കീ. ഓക്കെ, ഓൾട്ടർനേറ്റ് കീ എന്നാണ് നമ്മൾ അവരെ വിളിക്കുക. ഓക്കെ, റെഡി? യെസ്, പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓപ്പറേഷൻസ്, അതായത് ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആർട്സ്, ഇൻ്റർസെക്ഷൻ, സ്പോർട്സ് ആണ് ചോദിച്ചത്. അപ്പം ആർട്സിലും സ്പോർട്സിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ മഞ്ജു, ക്രിസ്റ്റി, ഫാസിൽ, അരുൺ. ഫാസിൽ അല്ലേ? ഫാസിൽ മാത്രമേ രണ്ടിനും കോമൺ ആയിട്ടുള്ള ആളുള്ളൂ. അപ്പം ഈ ആർട്സ്, ഇൻ്റർസെക്ഷൻ, സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരക്കുമ്പോൾ എങ്ങനെ വരക്കണം? ഒരു കോളം വരക്കുക, ഇതേപോലെ തന്നെ അഡ്മിഷൻ നമ്പർ, അതേപോലെ തന്നെ നെയിം, ബാച്ച് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ബാച്ച്. എന്നിട്ട് ഇതിൽ ആരെ മാത്രം എഴുതുക? ഫാസിലിനെ മാത്രം എഴുതുക. 4010 ഫാസിൽ B1. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി യൂണിയൻ എന്ന് പറയുമ്പോൾ 2 ടേബിളും ഒരുമിച്ച് എഴുതുക. 2 ടേബിളിലുള്ള ആൾക്കാരെ മൊത്തം എഴുതുക. പക്ഷെ അതിൽ ഫാസിൽ 2 പ്രാവശ്യം വരാൻ പാടില്ല. കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. അതേപോലെ സ്പോർട്സ് മൈനസ് ആർട്സ് എന്ന് പറയുമ്പം സ്പോർട്സിലുള്ള ആൾക്കാരെ എഴുതുക, അതിൽ ആർട്സിലുള്ള ആളെ ഒഴിവാക്കുക. അപ്പം ഈ ആളെ ഒഴിവാക്കിയിട്ട് ബാക്കി 2 ആളെ വെച്ചിട്ടുള്ള ടേബിൾസ് ആയിരിക്കും ഏതിലുണ്ടാവുക? സിയിൽ വരാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള റിലേഷൻസ്, ഇങ്ങനത്തെ എന്താ പറയുക ഓപ്പറേഷൻസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തെറ്റാതെ ആൻസർ ചെയ്യണം. സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ഓക്കെ, യെസ്, ഇത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ DBMSൽ 3 പോർഷനായിട്ട് കുറച്ച് ആദ്യം DBMSും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കും, പിന്നെ RDBMSൻ്റെ കുറച്ച് ടേംസൊക്കെ പഠിക്കും, പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസ്, റിലേഷണൽ ആൽജിബ്രയിലുള്ള കുറച്ച് ഓപ്പറേഷൻസും പഠിക്കും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോ? സെറ്റാണോ മക്കളെ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ 9th ചാപ്റ്ററിലേക്ക് പോവാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, SQLിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി, അതവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പാൻഡ് ദ ടേം SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. എക്സ്പ്ലെയിൻ എനി 2 മേജർ കോമ്പോണൻസ് ഓഫ് SQL. അപ്പം കോമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ DDL, അതേപോലെ തന്നെ DML, DCL. ഓക്കെ, ഇങ്ങനെ 3 എണ്ണമാണ് വരിക. DDL, DML, DCL, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് നമ്മുടെ SQL വരിക. ഓക്കെ, അപ്പോൾ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ഡിസൈൻഡ് ഫോർ മാനേജിങ് ഡാറ്റ ഇൻ RDBMS. RDBMSലുള്ള ഡാറ്റാസിനെ മാനേജ് ചെയ്യാൻ, അതായത് ടേബിൾസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ മാനേജ് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഡാറ്റ ടൈപ്സ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഡാറ്റ ടൈപ്സ് ഇൻ SQL. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ് പഠിക്കാൻ. SQLിലുള്ള ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരാം? ഒന്ന് ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, ഇൻറ്റിജറും വരാം, ഡെസിമലും വരാം, പോയിൻ്റ് ഉള്ളതും പോയിൻ്റ് ഇല്ലാത്തതും. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ക്യാരക്ടറും വരാം, വാർക്കാറും വരാം. ഓക്കെ, അതാണ് സ്ട്രിങ് ഡാറ്റ ടൈപ്പ്. പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടറും വാർക്കാറും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം. അങ്ങനെ 3 ഡാറ്റ ടൈപ്പുകളാണ് ഉള്ളത് കേട്ടോ. ന്യൂമറിക്കും ഇതും സ്ട്രിങ്ങും പിന്നെ ഡേറ്റ് ആൻഡ് ടൈം. അങ്ങനെ 3 ടൈപ്പ് ഡാറ്റ ടൈപ്സാണ് നമുക്ക് വരിക. ഓക്കെ, യെസ്. What is the difference between char and varchar data type? Charum varcharum തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ഇതാ മിസ് ഇവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ചാറും വാർക്കാറും തമ്മിലുള്ള ഡിഫറൻസ് ഇതാ. ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ക്യാരക്ടറാണ്. വാർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരിയബിൾ ക്യാരക്ടറാണ്. ഓക്കെ, ചാർ ഫിക്സഡ് ലെങ്ത് ആയിരിക്കും, വാർക്കാർ വാരിയബിൾ ലെങ്ത് ആയിരിക്കും. ഇവിടെ നമുക്ക് 255 ക്യാരക്ടേഴ്സേ മാക്സിമം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ വാർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65,535 ക്യാരക്ടേഴ്സ് കൊടുക്കാം. പിന്നെ ക്യാറിൽ നമ്മളിതാ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് നെയിം ക്യാർ ഇങ്ങനെ കൊടുക്കുക. ക്യാർ കൊടുത്ത് വാർക്കാറാണ് നമ്മൾ വാർക്കാറിൽ കൊടുക്കുക. അതായത് സൈസ് വാരിയബിൾ ആയിരിക്കും വാർക്കാറിൽ. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് എനി 3 DML കമാൻഡ്സ് ഇൻ SQL. ഇവിടെ DML ചോദിച്ചു എന്നേ ഉള്ളൂ. ചിലപ്പോൾ DCL ചോദിക്കാം, അല്ലെങ്കിൽ DDL ചോദിക്കാം, പല രീതിയിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പം DML കമാൻഡ്സ് ആണ് ഈ കാണുന്നത്. സെലക്ട്. ഓക്കെ, സെലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 1 or more ടേബിൾസിൽ നിന്നുള്ള റെക്കോർഡ്സിൽ നിന്നുള്ള വാല്യൂസ് എടുക്കാനുള്ളതാണ് സെലക്ട്. അതേപോലെ തന്നെ ഇൻസേർട്ട്, ഒരു റെക്കോർഡിൻ്റെ ഉള്ളിലേക്ക് പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്യാനാണ് ഇൻസേർട്ട്. അതിലുള്ള വാല്യൂ ചേഞ്ച് വരുത്താനാണ് അപ്ഡേറ്റ്. അതേപോലെ ഡിലീറ്റ്. ഓക്കെ, യെസ്. ഓക്കെ, അതേപോലെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ DDL ആൻഡ് DML കമാൻഡ്സ്. അപ്പം DDL ഇപ്പം മിസ് പറഞ്ഞു തന്നു. അല്ല, DDLിൽ വരുന്നതാണ് DDLിൽ വരുന്നതാണ് ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്. ഓക്കെ, പുതിയൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ, അതേപോലെ ഡിലീറ്റ് ചെയ്യാൻ. ഇനി DML നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസ് ആണ്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഓക്കെ, യെസ്. ഓക്കെ 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 അതേപോലെ തന്നെ റൈറ്റ് ദ നെയിംസ് ഓഫ് എനി 4 കൺസ്ട്രെയിൻസ് യൂസ്ഡ് ഇൻ SQL. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൺസ്ട്രെയിൻസ് എന്താ മക്കളെ? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആണ് അല്ലേ? റൂൾസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേതാണ് നോട്ട് ആവാതെ വെക്കാം. അതേപോലെ ഓട്ടോ ഇൻക്രിമെൻറ്റ്, ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ 1 2 3 4 അങ്ങനെ വരാൻ. പിന്നെ യുണീക്ക് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാൻ. അതേപോലെ പ്രൈമറി കീ ആക്കാൻ. പിന്നെ ഡിഫോൾട്ട്. ഇങ്ങനെ 5 എണ്ണമായിട്ടാണ് നമ്മുടെ കോളം കൺസ്ട്രെയിൻസ് വരിക. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ഹൗ ഡു യു യൂസ് ഓർഡർ ബൈ ക്ലോസ് അലോങ് വിത്ത് സെലക്ട് കമാൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓർഡർ ബൈ ക്ലോസ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ഓർഡർ ബൈ ഇൻകം ഡിസെൻഡിങ്. അപ്പം അതായത് നമുക്ക് എന്ത് ചെയ്യാണ്,
നമുക്കിപ്പോൾ ഒരു ഓർഡർ ആക്കണം. ഡിസെൻഡിങ് ഓർഡറിൽ ഇൻകത്തിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ എനിക്ക് വരണം, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ വരണം. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ എന്ന് പറഞ്ഞിട്ട് എന്തിനെയാണോ ഓർഡർ ആക്കേണ്ടത് അത് കൊടുക്കുക. ഏത് ഓർഡറിലാണ്, ഡിസെൻഡിങ് ആണോ അസെൻഡിങ് ആണോ എന്ന് കൊടുക്കുക. എന്നിട്ടൊരു സെമി കോളൻ ഇടുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സിൻടാക്സുകളാണ് ചോദിക്കാറുള്ളത്. ഇനി മിസ്സ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. യെസ്, a table named student with field, roll number, name, batch, mark, grade. ഇത്രയും ഫീൽഡുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ സയൻസ് ബാച്ച്. സയൻസ് ബാച്ചിലുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? എങ്ങനെയാണ് കൊടുക്കുക? ഇതാ നോക്കിക്കേ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ ബാച്ച് ഈക്വൽ ടു സയൻസ്. കണ്ടീഷൻ കൊടുക്കാനാണ് നമ്മൾ ഈ വേർ കൊടുക്കുന്നത് കേട്ടോ, വേർ. അപ്പം സെലക്ട് സ്റ്റാർ എന്ന് പറയുമ്പം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വരും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ ബാച്ച് ഈക്വൽ ടു സയൻസ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്തതാണ് ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഹാവിങ് ഗ്രേഡ് എ ഓർ എ പ്ലസ്. എയോ എ പ്ലസോ ഉള്ള കുട്ടികളുടെ. അപ്പോൾ അതേപോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ ഗ്രേഡ് ഈക്വൽ ടു എ ആൻഡ് എ പ്ലസ്. രണ്ടായാലും കുഴപ്പമില്ല അല്ലേ, ഗ്രേഡ് എ ആൻഡ് എ പ്ലസ് എന്ന് കൊടുക്കാം. പിന്നെ ടു കൗണ്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ബാച്ച്. ഓരോ ബാച്ചിലും എത്ര കുട്ടികളുണ്ടെന്ന് കാണണം. അപ്പോൾ അതിനാണ് സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് ഗ്രൂപ്പ് ബൈ ബാച്ച്. അപ്പോൾ ബാച്ച് ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ കൗണ്ട് കിട്ടും. ഓക്കെ, സെലക്ട് കൗണ്ട് കൊടുത്താൽ. പിന്നെ ടു ചേഞ്ച് ദ ഗ്രേഡ് ഓഫ് സ്റ്റുഡൻറ്റ് ടു എ പ്ലസ് ഹൂസ് റോൾ നമ്പർ ഈസ് 50. അപ്പോൾ 50 റോൾ നമ്പർ ഉള്ള കുട്ടീൻ്റെ ഗ്രേഡ് എനിക്ക് എ പ്ലസ് ആക്കി മാറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് ഗ്രേഡ് ഈക്വൽ ടു എ പ്ലസ് വേർ റോൾ നമ്പർ ഈക്വൽ ടു 50. അപ്പോൾ റോൾ നമ്പർ 50 ഉള്ള കുട്ടീൻ്റെ ഗ്രേഡ് എ പ്ലസ് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്, റെഡി. ഇനി അടുത്തത് അതേപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. കുറേ മക്കൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മിസ്സിനോട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ആഡ് ചെയ്തത്. ടു ഗിവ് ദ കറക്റ്റ് സിൻടാക്സ് ഓഫ് ക്വറീസ് ഇൻ ദ SQL ഫോർ ദ ഫോളോയിങ്. റീനെയിമിങ് എ ടേബിൾ. ഒരു ടേബിളിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് കൊടുക്കുക. റീനെയിം ടു എന്ന് പറഞ്ഞിട്ട് പുതിയ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിൻടാക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അടുത്തത് ഡിലീറ്റിംഗ് റോസ് ഫ്രം എ ടേബിൾ. ഒരു ടേബിളിൽ നിന്ന് നമുക്ക് റോ ഡിലീറ്റ് ചെയ്യണം. അപ്പം ഡിലീറ്റ് ഫ്രം എന്ന് പറഞ്ഞിട്ട് ടേബിളിൻ്റെ പേര് കൊടുത്താൽ മതി. കണ്ടീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേർ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ചേഞ്ചിങ് ദ ഡെഫിനിഷൻ ഓഫ് എ കോളം. ഒരു കോളത്തിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം, അതായത് സ്ട്രക്ചർ. അപ്പം ഓൾട്ടർ ടേബിൾ എന്നിട്ട് പറഞ്ഞിട്ട് ടേബിളിൻ്റെ പേര് കൊടുക്കുക. മോഡിഫൈ എന്ന് പറഞ്ഞിട്ട് എന്താണോ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ മാറ്റങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തത് റിമൂവിങ് കോളം ഫ്രം എ ടേബിൾ. ഒരു ടേബിളിൻ്റെ കോളം തന്നെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ അതേപോലെ ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് കൊടുക്കാം. എന്നിട്ട് ഡ്രോപ്പ് എന്ന് കൊടുക്കണം, ഡിലീറ്റ് കൊടുക്കാൻ പാടില്ല. ഒരു കോളമോ അല്ലെങ്കിൽ ഒരു ടേബിൾ മൊത്തത്തിലോ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രോപ്പ് എന്നാണ് കൊടുക്കുക. ഒരു റോ ഡിലീറ്റ് ചെയ്യണമെങ്കിലാണ് ഡിലീറ്റ് കൊടുക്കുക. അത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഡിലീറ്റും ഡ്രോപ്പും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആണ് ആഡിങ് എ ന്യൂ കോളം. ഒരു പുതിയ കോളം ആഡ് ചെയ്യണം. അപ്പോഴും നമ്മൾ ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പുതിയ കോളം അതിൻ്റെ മറ്റേ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. സിൻടാക്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. സിൻടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, യെസ്, റെഡി ആണോ? 9 ചാപ്റ്റേഴ്സ് പക്ക ആണോ മക്കളെ? 10th ചാപ്റ്ററിലേക്ക് മിസ് പോട്ടെ. 10th ചാപ്റ്ററിലേക്ക് പോട്ടെ. ഫുൾ റെഡി ആണോ? ഓക്കെ ആണോ? 10th ചാപ്റ്ററിലേക്ക് പോട്ടെ. യെസ്, ഓക്കെ.
അപ്പോൾ 10th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ കുറച്ച് മാർക്കിന് മാത്രം 2-3 മാർക്കിന് മാത്രമാണ് ചോദിക്കാറുള്ളത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഓപ്പറേറ്റേഴ്സ് ഇൻ PHP. PHPയിലുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ച ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് PHPയിലുള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇങ്ങനെ 3 ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. പിന്നെ അടുത്തത് വാരിയബിൾ ഇൻ PHP ബിഗിൻ വിത്ത് ഡാഷ് ക്യാരക്ടർ. PHPയിലുള്ള വാരിയബിൾസ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കാം, എങ്ങനെയാണത് സ്റ്റാർട്ട് ചെയ്യുക? വാരിയബിൾ ഇൻ PHP ബിഗിൻ വിത്ത് ഡോളർ, ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു വാരിയബിൾ ആണ്. അതേപോലെ തന്നെ കമ്പയർ എക്കോ ആൻഡ് പ്രിന്റ്. എക്കോയും പ്രിന്റും തമ്മിൽ എന്താ ഡിഫറൻസ്? എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 1 പാരാമീറ്റേഴ്സ് കൊടുക്കാൻ പറ്റും, വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഫാസ്റ്റർ ആണ്. പക്ഷെ പ്രിന്റ് അങ്ങനെയല്ല, ഒരു പാരാമീറ്റർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടിയാൽ ട്രൂ കാണിക്കും, അല്ലെങ്കിൽ ഫോൾസ് കാണിക്കും. അതേപോലെ തന്നെ സ്ലോവർ ആണ്. ഓക്കെ, എക്കോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രിന്റ് കുറച്ചും കൂടെ സ്ലോവർ ആണ്. ഓക്കെ, അതേപോലെ റൈറ്റ് ദ നെയിം ഓഫ് ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ PHP ടു ഡിസ്പ്ലേ ബോത്ത് ഡാറ്റ ടൈപ്പ് ആൻഡ് വാല്യൂ ഓഫ് വാരിയബിൾ. നമുക്ക് ഡാറ്റ ടൈപ്പും വാരിയബിളിൻ്റെ വാല്യൂവും രണ്ടും വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് വാർ ഡംപ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വാർ ഡംപ്. ഓക്കെ, അതേപോലെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 ഡാറ്റ ടൈപ്സ് ഇൻ PHP. ഡാറ്റ ടൈപ്സ് ആണ് ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂലിയൻ. ഓക്കെ, PHPയിൽ നമുക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. കുറേ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ, അതായത് ബാക്കി ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ PHPൻ്റെ മേലെ ഇരുന്നിട്ട് സമയം കളയരുത്. കാരണം കുറേ പഠിക്കാനുണ്ട്, പക്ഷെ അത്ര തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റേജ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് PHP സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. PHPൻ്റെ ഫുൾ ഫോം എന്താ? നിങ്ങൾ ബാക്കി ചാപ്റ്റേഴ്സ് ഒന്നും എവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിലെ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പഠിച്ചു പോവാം. ഓക്കെ, PHPൻ്റെ ഫുൾ ഫോം എന്താ? എന്താണ്? PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഓക്കെ, PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ, ഇതാണ് PHPൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. ഓക്കെ, റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ്. ഇത് സെയിം ആണ്, മറ്റേ നമ്മുടെ ഇതുവരെ പഠിച്ചത് തന്നെയാണ്, പക്ഷേ ആകെ വ്യത്യാസം വാരിയബിൾസിനൊക്കെ കൂടെ നമ്മൾ ഡോളർ കൊടുക്കും. അതേപോലെ തന്നെ എക്സാമ്പിൾ എഴുതുമ്പോൾ കേട്ടോ സിൻടാക്സ് ഒക്കെ സെയിം ആണ്. എങ്ങനെയാണ് വരിക? ജസ്റ്റ് 4 എന്ന് കൊടുക്കുക. ആദ്യം നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കണ്ടീഷൻ കൊടുക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്യും. ഓക്കെ, അപ്ഡേഷൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കുക. കേളി ബ്രേസ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സിൻടാക്സ് ഒക്കെ സെയിം ആണ്, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ 2 ടൈപ്സ് ഓഫ് അറേസ് ഇൻ PHPയിലുള്ള 2 ടൈപ്പ് അറേസ് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡെക്സ്ഡ് അറേ ഉണ്ട്, അതായത് നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും അറേ ഉണ്ടാവുക PHPയിൽ. അപ്പോൾ അത് ന്യൂമറിക് കീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻഡെക്സ്ഡ് അറേ. അതേപോലെ തന്നെ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കുന്നത്, നെയിംഡ് കീസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇൻഡെക്സ്ഡ് അറേയും അസോസിയേറ്റീവ് അറേയും ഇങ്ങനെ 2 ടൈപ്പ് അറേസ് ആണുള്ളത്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, എ വെബ് സെർവർ ദാറ്റ് സപ്പോർട്ട് PHP ഓൺ എനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ്, അറിയോ എന്താണെന്നുള്ളത്? ഒരു വെബ് സെർവർ ഉണ്ട്, PHP എല്ലാ OSലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. വാമ്പ് വിൻഡോസിനും ലാമ്പ് ലിനക്സിനുമാണ്, രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്നതാണ് സാമ്പ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, എന്നാലും സിമ്പിൾ അല്ലേ, ഒന്ന് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ ഡിസ്കസ് എബൌട്ട് സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ PHPയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന
സ്പെഷ്യൽ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്? സ്പെഷ്യൽ ഡാറ്റ ടൈപ്പുകളാണ് മക്കളെ, ഒന്ന് നള്ള്. ഓക്കെ, ഇത് ഒരു വാല്യൂ മാത്രം, നള്ള് മാത്രം വരുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് നള്ള്. അതേപോലെ അറേ, മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാൻ പറ്റുന്നതാണ് അറേ. പിന്നെ ഒബ്ജക്റ്റ്, ഓക്കെ, വേരിയബിൾസും ഫങ്ഷൻസും വരാൻ പറ്റുന്നതാണ് ഒബ്ജക്റ്റ്. പിന്നെ റിസോഴ്സസ്, ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡാറ്റ ടൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ 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 യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മിസ് വീണ്ടും പറയുകയാണ്, ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് കാണാറുള്ളത്. 3 മാർക്കൊക്കെയാണ് മാക്സിമം അതിന് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററൊക്കെ അവിടെ വെച്ചിട്ട് ഈ ചാപ്റ്ററിലൊന്നും കുറേ സമയം ഇരിക്കരുത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അല്ലാതെ നിങ്ങളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ PHP പഠിക്കേണ്ടെന്നല്ല കേട്ടോ മിസ് പറയണത്. അതായത് നിങ്ങൾ ബാക്കി ഏതും പഠിക്കാതെ ഇരുന്ന് PHP ആദ്യം വലിയ ചാപ്റ്റർ, PHP കുറച്ച് വലിയ ചാപ്റ്ററാണല്ലോ, അതിമേൽ ഇരിക്കുക എന്ന് വിചാരിച്ചിട്ട് വെറുതെ സമയം കളയരുത്, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ നമ്മുടെ അടുത്ത 11th ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നമുക്കിനി 2 ചാപ്റ്റേഴ്സും കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പം അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ 11th ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, 11th ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സീരിയൽ ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ്. 2 ടൈപ്പ് കമ്പ്യൂട്ടിംഗ്, സീരിയൽ, പാരലൽ. ഇത് മാത്രമല്ല കുറേ കമ്പ്യൂട്ടിംഗ് മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇവിടെ സീരിയലും പാരലലും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സീരിയൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു സിംഗിൾ പ്രൊസസ്സർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ. പാരലൽ കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സീരിയൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രൊസസ്സറെ യൂസ് ചെയ്യുന്നുള്ളൂ. പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ ഒരു പ്രോബ്ലത്തിന് നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും ഇൻസ്ട്രക്ഷൻസും സീക്വൻഷ്യലി ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഇങ്ങനെ സോൾവ് ചെയ്യുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സമയം ഒരു പ്രൊസസ്സറിൽ ഒരു ഇൻസ്ട്രക്ഷന് സോൾവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് നമ്മൾ കുറേ പാർട്സ് ആക്കിയിട്ട് എല്ലാം ഒരേ സമയം സോൾവ് ചെയ്യുകയാണ് അല്ലേ. എല്ലാം ഓരോ ഡിഫറെൻറ്റ് പ്രൊസസ്സേഴ്സും ഒരേ സമയം സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രൊസസ്സേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതേപോലെ തന്നെ ലിസ്റ്റ് എനി 4 ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ്. CI അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൻ്റെ 4 ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? 4 ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരിക? ഒന്ന് ബയോമെട്രിക്സ് അല്ലേ. ബയോമെട്രിക്സിൽ അതായത് നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ബയോമെട്രിക്സ്. അതേപോലെ തന്നെ റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നിഷൻ, ബയോ ഇൻഫോമാറ്റിക്സ്, ഇതൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് 3 ക്ലൗഡ് സർവീസ് മോഡൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 ക്ലൗഡ് സർവീസ് മോഡലുകൾ ഒരുപാട് തവണ നമ്മൾ ക്ലാസ് എടുത്ത സമയത്തൊക്കെ പറഞ്ഞതാണ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലേ, സബ്സ്ക്രൈബേഴ്സിന് റിസോഴ്സസ് എല്ലാ സോഫ്റ്റ്വെയർസിലും സെയിം വേർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് രണ്ടാമത്തതാണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അപ്പോൾ ഈ 3 എണ്ണമാണ് ക്ലൗഡ് സർവീസ് മോഡൽസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ 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 അടുത്തത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്, അതേപോലെ തന്നെ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ പല രീതിയിൽ നമ്മളോട് ഈ കമ്പ്യൂട്ടിങ്ങുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. പല കമ്പ്യൂട്ടിംഗ് മെത്തേഡുകളുണ്ട്. അപ്പോൾ ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ് ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ് എല്ലാത്തിനെയും കൂടെ ലിങ്ക് ചെയ്തിട്ട് ഒരു സിംഗിൾ കമ്പ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യാം. അതായത് സിംഗിൾ കമ്പ്യൂട്ടറിൻ്റെ പോലെ കുറേ കമ്പ്യൂട്ടേഴ്സ് കൂടിയിട്ട്, അതായത് കുറച്ചുകൂടെ പവർ കൂട്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? പ്രൈസ് പെർഫോമൻസ് കുറയും, അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ പവറുകൾ
ഓൾറെഡി ഉള്ള ഒരു കമ്പ്യൂട്ടേഷണൽ പവറിലേക്ക് നമ്മൾ വേറെ കമ്പ്യൂട്ടേഴ്സിനെ ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ അതിൻ്റെ റിസോഴ്സും സർവീസും ഡാറ്റാസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റെഡിലി അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് സമയം കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർസ് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സ്കെയിലബിൾ ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അതേപോലെ പാരലൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞില്ലേ, പാരലൽ കമ്പ്യൂട്ടിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ 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 ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയൊക്കെ ഈ പല കമ്പ്യൂട്ടിംഗ് മെത്തേഡുകൾ തന്നെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. അടുത്തത് ദ സ്റ്റഡി ഓഫ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് മെഷീൻ ഈസ് കോൾഡ്. മാനും മെഷീനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള സ്റ്റഡീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈബർനെറ്റിക്സ്. ഓക്കെ, സൈബർനെറ്റിക്സ് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കുക, ഇനി വേറെ പഠിക്കാനൊന്നും ഇല്ല. അത് മാൻ ആൻഡ് മെഷീൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള സ്റ്റഡീസാണ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ 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 നെയിം എ സാസ് പ്രൊവൈഡർ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഏതൊക്കെയാണ്? ഗൂഗിൾ, ആമസോൺ, അഡോബ്, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോഫ്റ്റ്വെയർ ആസ് എ സർവീസിൻ്റെ എക്സാമ്പിൾ ആണ്. പിന്നെ വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വാട്ട് ആർ ദ സർവീസസ് ഓഫേർഡ്. അതാണ് മിസ് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ ക്ലൗഡ് സർവീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജിങ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻസ് റിമോട്ട് സെർവേഴ്സിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് റിസോഴ്സസ് ദാറ്റ് ഡിസൈഡ് ഓൺ എ റിമോട്ട് മെഷീൻ ആൻഡ് ആർ ഡെലിവേർഡ് ടു ദ എൻഡ് യൂസർ ആസ് എ സർവീസ് ഓവർ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, യെസ്. അതേപോലെ തന്നെ സീരിയൽ കമ്പ്യൂട്ടിങ്ങും പാരലൽ കമ്പ്യൂട്ടിങ്ങും തമ്മിലുള്ളത് ഒരുപാട് തവണ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കാം. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലസ്റ്റർ കമ്പ്യൂട്ടിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, അവൈലബിലിറ്റി, സ്കെയിലബിലിറ്റി ഉണ്ടോ, ഇത് ഈ സാധനം, അതായത് ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പലതവണ പല രീതിയിൽ മാറ്റി ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സെയിം കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. അടുത്തത് വാട്ട് ഡസ് മീൻ ബൈ GIS, ഗിവ് ആൻ എക്സാമ്പിൾ. GIS എന്താണ്? എന്താ GISൻ്റെ ഫുൾ ഫോം എന്ന് നിങ്ങൾക്കറിയോ? ഒന്ന് പറഞ്ഞേ, GISൻ്റെ ഫുൾ ഫോം എന്താ? GIS എന്താ? GIS ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ ഓക്കെ എന്താണ്? നമുക്കൊരു ലൊക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലേ? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് ഫോർ ക്യാപ്ചറിങ്, സ്റ്റോറിങ്, ഡിസ്പ്ലേയിങ് ഡാറ്റ റിലേറ്റഡ് ടു വാരിയസ് പൊസിഷൻ ഓൺ ദ എർത്ത് സർഫേസ്. എർത്തിൻ്റെ സർഫേസിലുള്ള വാരിയസ് പൊസിഷൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാനുള്ളതാണ് GIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സോയിൽ മാപ്പിങ്ങിൽ, അതേപോലെ അഗ്രികൾച്ചറൽ മാപ്പിങ്ങിന്, ഫോറസ്റ്റ് മാപ്പിങ്, ഇ ഗവേണൻസ്, വാട്ടർ റിസോഴ്സസ്, ഇങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ്, കുറേ ഭാഗങ്ങളിൽ നമുക്ക് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്? നമുക്ക് നമ്മുടെ ന്യൂറോൺസ് വെച്ചിട്ടാണ്, നമ്മുടെ ബ്രെയിനിൽ കുറേ ന്യൂറോൺസ് ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്തിട്ട് മെഷീൻസിന് ലേൺ ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ജനറലൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അൽഗോരിതമിക് മോഡലിംഗ് ഓഫ് ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റമാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബയോളജിക്കൽ ന്യൂറൽ സിസ്റ്റം യൂസ് ചെയ്തിട്ട് അതിൻ്റെ മോഡലിംഗ് വെച്ചിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് മെഷീൻസ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഇത്രയുമാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിൽ മെയിനായിട്ട് കുറേ സർവീസ് മോഡലുകളാണ് പഠിക്കാനുള്ളത്, കമ്പ്യൂട്ടിംഗ് മോഡൽസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ക്ലൗഡ് സർവീസ് മോഡൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം?
നമ്മുടെ ഈ ഒരു ANN ആർട്ടിഫിഷ്യൽ കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസിൻ്റെ പല ആപ്ലിക്കേഷൻസ് അതൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് മക്കളെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ICT ആൻഡ് സൊസൈറ്റി. നിങ്ങളതായിട്ടുള്ള രീതിയിൽ അഥവാ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളൊരു ബേസിക് കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ICT ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കേ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഇൻ്ററാക്ഷൻസ് ഇൻ ഗവേണൻസ്. പറഞ്ഞോളൂ, ഏതൊക്കെയാണ് നമ്മുടെ ഗവേണൻസിൻ്റെ ടൈപ്സ് ഓഫ് ഇൻ്ററാക്ഷൻസ്? ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷൻസ് ഇൻ ഗവേണൻസ്? ഏതൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുക? ഗവൺമെൻറ് ടു ഗവൺമെൻറ് അല്ലേ, G2G. ഗവൺമെൻറ് ടു എംപ്ലോയീസ്, ഗവൺമെൻറ് ടു സിറ്റിസണ്, ഗവൺമെൻറ് ടു ബിസിനസ് അല്ലേ. നമുക്ക് നോക്കി നോക്കാം ഓരോന്ന് ഏതൊക്കെയാണെന്നുള്ളത്. ഗവൺമെൻറ്റും തമ്മിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതാണ് G2G. ഗവൺമെൻറ് സിറ്റിസൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഗവൺമെൻറ് സിറ്റിസൺ. ഗവൺമെൻറ് ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഗവൺമെൻറ് അവരുടെ എംപ്ലോയീസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ്? അതേപോലെ എക്സ്പ്ലെയിൻ അബൌട്ട് ലേണിംഗ് ടൂൾസ്. SAയിൽ 2023 ചോദിച്ചതാണ് 5 മാർക്സിന്. അപ്പം ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ നിങ്ങളതായിട്ടുള്ള രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ. ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻ ഇല്ല അല്ലേ, ഒരു കട ഇടേണ്ട ആവശ്യമില്ല. അതേപോലെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറവായിരിക്കും, റെൻ്റൊന്നും കൊടുക്കണ്ട, ട്രാവൽ ചെയ്യുന്ന ടൈമും കോസ്റ്റും ലാഭമാണ്. അതേപോലെ ഓപ്പൺ ഓൾ ദ ടൈം, എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അതേപോലെ നമുക്ക് ഒരുപാട് ചോയ്സുകളുടെ ഇടയിൽ നിന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ല. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി ലേണിംഗ് ടൂൾസ് ആണ് ഒന്ന് ബുക്ക് റീഡർ, അതേപോലെ ടെക്സ്റ്റ്, പിന്നെ നമ്മുടെ ഓൺലൈൻ ചാറ്റ്, അതേപോലെ തന്നെ കണ്ടൻറ്റ്, പിന്നെ എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ഓക്കെ, കണ്ടൻറ്റ്, എഡ്യൂക്കേഷണൽ TV ചാനൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ലേണിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? ഓക്കെ, അതേപോലെ ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 3 ways ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീനെ നമുക്ക് മെയിനായിട്ട് നമുക്ക് അതിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് പാറ്റൻറ്റ് അല്ലേ, എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഫോർ ആൻ ഇൻവെൻഷൻ. ഒരു ഇൻവെൻഷന് നമ്മൾ കൊടുക്കുന്ന റൈറ്റാണ് പാറ്റൻറ്റ്. പിന്നെ ട്രേഡ് മാർക്ക് ഒരു സൈനാണ് അല്ലേ. അതേപോലെ തന്നെ അത് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റേഴ്സിന് അവരുടെ സ്വന്തം ഒറിജിനൽ വർക്കിന് ക്രിയേറ്റേഴ്സിന് എൻ്റെ മേലെ കൊടുക്കുന്ന ലീഗൽ റൈറ്റ് ആണ് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾക്ക് അയാളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേഷൻ്റെ മേലെ അയാൾക്ക് കിട്ടുന്ന റൈറ്റ്. ഓക്കെ, അതാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗവേണൻസ് എന്താണ്? അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ദ 3 കോമ്പണൻസ് ഓഫ് ഗവേണൻസ്. ഗവേണൻസ് എന്താ നമുക്കറിയാം, ICT ടൂൾസ് യൂസ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ സർവീസുകളൊക്കെ സിറ്റിസൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് ഗവേണൻസ് അല്ലേ. ആപ്ലിക്കേഷൻ ഓഫ് ICT ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസ് ടു സിറ്റിസൺ ഇൻ എ കൺവീനിയൻറ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന ആൾക്കാർ? 3 ആൾക്കാരാണ് അതിൽ വരുന്ന കോമ്പണൻസ്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ, അതേപോലെ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, പിന്നെ കോമൺ സർവീസ് സെൻറ്റർ. ഓക്കെ, CSC. അപ്പം സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സർവീസ് സിറ്റിസൻസിന് എത്തിക്കുന്നതും സെൻട്രൽ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നതും ഡാറ്റ സ്റ്റോറേജ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ ആണ്. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബോൺ ആണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബാക്ക് ബോൺ ആണ്. അവരാണ് നമ്മുടെ ഹബ്ബുകളെയൊക്കെ കണക്ട് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് വൺ കോമൺ സർവീസ് സെൻറ്റർ ആണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സിറ്റിസൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല ലൊക്കാലിറ്റീസിലും നമ്മുടെ അക്ഷയ പോലെയുള്ള സെൻറ്റേഴ്സിനെയാണ് നമ്മൾ കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്.
പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും അല്ലേ. അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗ് എന്തൊക്കെയാണ് നിങ്ങൾ ഇതന്നെ ആലോചിച്ചാൽ മതി അല്ലേ. നമ്മളിപ്പോൾ ഈ ഇങ്ങനെ മിസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമയം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, രാത്രി വരെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ വെറൈറ്റി ഓഫ് സബ്ജക്റ്റ്, ബയോളജി കാണുമ്പോൾ നിങ്ങൾക്ക് ബയോളജി എടുക്കാം, ഇംഗ്ലീഷ് കാണുമ്പോൾ ഇംഗ്ലീഷ് എടുക്കാം, കമ്പ്യൂട്ടർ സയൻസ് കാണുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം അല്ലേ. അതേപോലെ തന്നെ കോസ്റ്റ് കുറവാണ്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും പ്രശ്നമില്ല. ഓൺലൈൻ കോഴ്സ് വാരിയസ് നാഷണാലിറ്റിയിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് പഠിക്കാം. ടൈമും പ്ലേസും ഒന്നും ഒരു കൺസ്ട്രെയിൻ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയേ ചെയ്യരുത്. ഒന്ന് വായിക്കുക, മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ വേർഡ്സിൽ അങ്ങോട്ട് എഴുതാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ, സിമ്പിളാണ്. അതേപോലെ ഫോർ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ. സൈബർ ക്രൈംസ് ഏതൊക്കെയാണ് മക്കളെ ഉള്ളത്? സൈബർ ക്രൈംസ് ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക? സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ അതിൽ വരുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹറാസ്മെൻറ്റ്, അതേപോലെ ചീറ്റിങ്, പ്രൈവസി വയലേഷൻ. ഇതൊക്കെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വലാണ്. ഇനി അതേപോലെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ വരുന്നതാണ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, അതേപോലെ ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. പിന്നെ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ് ആണ് സൈബർ ടെററിസം, വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ്, അറ്റാക്ക് എഗെയിൻസ്റ്റ് ഇ ഗവേണൻസ് വെബ്സൈറ്റ്. ഓക്കെ, യെസ്, റെഡി. ഇനി അടുത്തതാണ് ഇതൊന്ന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കാം. എ സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ആൻ ഓൺലൈൻ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഓൺലൈൻ എൻവയോൺമെൻറ്റിലൂടെ നമ്മളിങ്ങനെ മണി പേയ്മെൻ്റ് ഒക്കെ നടത്തുന്ന ആ ഒരു ഫിനാൻഷ്യൽ എക്സ്ചേഞ്ചിൻ്റെ സിസ്റ്റമാണ് EPS. ഇത് പഠിക്കുക കേട്ടോ. EPS ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അതേപോലെ വാട്ട് ഈസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്? എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരാൾക്ക് അയാളുടെ മൈൻഡിൽ നിന്ന് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രിയേഷന് ഒരു പീരിയഡ് ഓഫ് ടൈമിലേക്ക് അവർക്ക് കിട്ടുന്ന ഒരു റൈറ്റാണ്, എക്സ്ക്ലൂസീവ് റൈറ്റാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനേബിൾ പീപ്പിൾ ടു ഏൺ റെക്കഗ്നിഷൻ ആൻഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം വാട്ട് ദേ ഇൻവെൻറ്റ് ഓർ ക്രിയേറ്റ്. അവർ ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ മേലെ അവർക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ കോമൺ സർവീസ് സെൻറ്റർ അസോസിയേറ്റഡ് വിത്ത് ഇ ഗവേണൻസ്. അക്ഷയ എഴുതാം കേട്ടോ, നിങ്ങൾക്ക് നമ്മുടെ അക്ഷയ എഴുതാനായിട്ട് പറ്റും. അതേപോലെ ഈ സേവാ കേന്ദ്രം, അതൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സൈബർ ലോനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? അല്ലെങ്കിൽ ഇതേപോലെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയത് അറ്റൻഡ് ചെയ്യാതെ ഇരിക്കരുത്. അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് പറയാനുള്ളത് അത് അവിടെ അങ്ങോട്ട് എഴുതാം. ഓക്കെ, സൈബർ ലോ ഇസ് ദ ലോ ഗവേണിംഗ് ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ യൂസ് ഗവേൺ ചെയ്യുന്ന ലോ ആണ് സൈബർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. IT Act 2000 is India's legislation regulating use of computers and ഇൻ്റർനെറ്റ്. അത് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. സൈബർ ലോസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് അതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, യെസ്, റെഡി. യെസ്, നെയിം ദ ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷൻസ്. നമ്മൾ പറഞ്ഞു ഇൻ്ററാക്ഷൻസ് ഗവൺമെൻറ് സിറ്റിസൺ. യെസ്, ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ദ ഇയർ ഇൻ വിച്ച് IT Act കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ. അതാണ് 2000 കേട്ടോ. IT Act 2000 നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതാണ്. അതേപോലെ വാട്ട് ഈസ് ഇ ഗവേണൻസ്? ലിസ്റ്റ് എനി 2 ചാലഞ്ചസ്. ഈ ഗവേണൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചാലഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പം റിമോട്ട് ഏരിയാസിലുള്ള ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് വല്ലാതെ അറിയില്ല. അതേപോലെ ചിലർക്കൊക്കെ പേടി ഉണ്ടാകും, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പോകുമെന്നുള്ള പേടി ഉണ്ടാകും. അതേപോലെ ഇത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഫസ്റ്റ് അല്ലേ. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമേ ഇത് നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗവേണൻസിൻ്റെ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. ദെൻ വാട്ട് ഈസ് ഇ ബിസിനസ്, വാട്ട് ആർ ദ ചാലഞ്ചസ്? ഇതൊക്കെ സെയിം കേട്ടോ. ഈ ബിസിനസ് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ ബിസിനസ് നടത്തുക. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? കുറേ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളുണ്ടാകും. അവരെടുത്ത് പൈസ ഗൂഗിൾ പേയിലൊന്നും പൈസ വെക്കാത്ത ആളുകളുണ്ടാകും. അതേപോലെ തന്നെ അവരുടെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ചിലപ്പോൾ ലൂസ്റ്റ് ആവും.
കസ്റ്റമേഴ്സിന് ശരിക്ക് കണ്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചാലഞ്ചസ് ആണ് ഈ ബിസിനസ്സിന് ഉള്ളത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇൻഫ്രിഞ്ച്മെൻറ്റ്. ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. നമ്മൾ പറഞ്ഞു പാറ്റൻറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നതാണ് പാറ്റൻറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്, കോപ്പി റൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, അതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ 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 അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെയിം എ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, EPS. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് മക്കളെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ശരിക്കും ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ഈ 12 ചാപ്റ്റേഴ്സ് ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? മിസ് ഏറ്റവും എല്ലാ പോർഷൻസിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ നോട്ട് മിസ് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. 56+ ഷുവർ മീൻസ് മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അതായത് 60 മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിക്ക് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, യെസ്. റെഡി ആണോ? സെറ്റാണോ? ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ? യെസ്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ മിസ്സിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് 12 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് മൊത്തം മിസ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മിസ്സിൻ്റെ കുട്ടികൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കണം. നാളത്തെ എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്സിന് വന്നിട്ട് നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നോ? ഫുൾ സെറ്റ് ആയിരുന്നോ? A+ ഉണ്ടാവോ? ഫുൾ മാർക്ക് ഉണ്ടാവോ? എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എന്തായാലും നമുക്ക് എക്സാം ഈസി ആയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, യെസ്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ മിസ്സിൻ്റെ വക ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയാണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ, സൂപ്പറായിട്ട് പഠിക്കുക. യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. അടിപൊളിയായിട്ട് പഠിക്കുക. എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ മക്കളെ, ബൈ ബൈ ബൈ. അപ്പം നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു അല്ലേ? +2 ഒക്കെ കഴിയാനായി. നിങ്ങൾ +1 മുതൽ നമ്മുടെ ക്ലാസ് കണ്ട് ഫുൾ A+ ഒക്കെ വാങ്ങുന്ന മക്കളാണ്. അപ്പോൾ +2 കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. നല്ല രീതിയിൽ എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ലൈവും കണ്ട് മാരത്തോണൊക്കെ കണ്ട് ഫുൾ ചാപ്റ്റേഴ്സ് സെറ്റാക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ പറയാൻ മറക്കരുത്. നമ്മൾക്ക് ഇനിയും കാണാം അല്ലേ? നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പം മെസ്സേജ് അയച്ച മിസ്സിനോട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഒന്നുണ്ട് ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ബൈ, ലവ് യു, ബൈ.